അയോധ്യയിൽ നിന്ന് ദിവസേന പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വാർത്തകളാണ്. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നടന്ന പെരുങ്കൊള്ളയുടെ ഇതിനകം പുറത്തുവന്ന വാർത്തകൾ കണ്ടും കേട്ടും തരിച്ചു നിൽക്കുകയാണ് ഇന്ത്യയുടെ ആത്മാവ്. മതസ്പർദ്ധ പരത്താനും ഇന്ത്യക്കാരുടെ മനസ്സ് പങ്കുവയ്ക്കാനും രാജ്യത്ത് കലാപ പരമ്പരകൾ ഉണ്ടാക്കാനും അതുവഴി രാഷ്ട്രീയാധികാരം പിടിച്ചെടുക്കാനും ശ്രീരാമനെ ദുരുപയോഗിച്ചു എന്ന ആരോപണം നേരിട്ടവർ തന്നെയാണ് ഇപ്പോൾ ശ്രീരാമനെ കൊള്ളയടിച്ചു എന്ന ആരോപണത്തിന് മുന്നിലും വന്നു നിൽക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ പഠനാർഹമായ ഒരു കീഴ്മേൽ മറിച്ചിലായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ പുറത്തുവന്ന അയോധ്യ ക്ഷേത്രത്തിലെ പെരുംകൊള്ള. ഇന്ന് നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPIM-ന് വേണ്ടി KT കുഞ്ഞിക്കണ്ണൻ, നിരീക്ഷകനായ മിഥുൻ വിജയകുമാർ, മാധ്യമപ്രവർത്തകനായ സാജൻ എബുജിൻ. ഇപ്പോൾ ഇതിനാധാരമായ ക്ഷേത്ര ട്രസ്റ്റ് യോഗത്തിൻ്റെ വാർത്തകൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി വിഷ്ണു തലവൂർ നമ്മളോടൊപ്പമുണ്ട്. വിഷ്ണു, ഇന്ന് ഇന്ത്യ മുഴുവൻ ഉറ്റുനോക്കിയിരുന്ന ആ യോഗം നടന്നു. എന്താണ് അവിടുത്തെ തീരുമാനം എന്നത് വാർത്തയായി നമ്മൾ കൊടുത്തു. പക്ഷേ കുറച്ച് സമയം കൂടി കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ കാര്യങ്ങളുണ്ടോ? എന്തൊക്കെയാണ് അവിടെ നിന്ന് ഇപ്പോൾ ഈ ചർച്ച തുടങ്ങി വയ്ക്കാൻ ആയി റിപ്പോർട്ട് ചെയ്യാനുള്ളത്? വിഷ്ണു. NBC എന്തായാലും ഈ അയോധ്യയിലെ രാമക്ഷേത്രക്കൊള്ള പുറത്തു വന്നതിന് പിന്നാലെയുള്ള ഈ ട്രസ്റ്റിൻ്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള യോഗമാണ് ഇന്ന് വൈകിട്ട് 3 മണിയോടുകൂടി ചേർന്നത്. ഏകദേശം 3.5 മണിക്കൂറിന് മുകളിൽ നീണ്ടുനിന്ന യോഗത്തിൽ ക്ഷേത്രക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ചർച്ചയായിട്ടുണ്ട് എന്ന് തന്നെയാണ് ട്രഷറർ അടക്കമുള്ള ആളുകൾ എന്തായാലും ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. നിലവിൽ ഈ 2 പേരുടെ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട VHP നേതാവും അതോടൊപ്പം തന്നെ ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറിയുമായിരുന്ന ചമ്പത് റായുടെയും അതോടൊപ്പം തന്നെ അനിൽ മിശ്രയുടെയും രാജി ഇന്ന് ചേർന്ന യോഗത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഇരുവരും രാജി സമർപ്പിച്ചെന്നും ഖേദം പ്രകടിപ്പിച്ചു എന്നതാണ് ട്രസ്റ്റിൻ്റെ ട്രഷററായിട്ടുള്ള ഗോവിന്ദ ദേവഗിരി ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഇരുവരും ഖേദപ്രകടനം നടത്തി എന്നതാണ്. അതോടൊപ്പം തന്നെ വലിയ തോതിൽ ഹിന്ദുക്കൾക്കടക്കം ഭക്തർക്കടക്കം മനോവിഷമം ഉണ്ടാക്കി അവരുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു അയോധ്യയിലെ രാമക്ഷേത്രക്കൊള്ള പുറത്തു വന്ന ആ ഒരു ഘട്ടമെന്ന് തന്നെയാണ് എന്തായാലും ട്രസ്റ്റിൻ്റെ ഉൾപ്പെടെ വിലയിരുത്തൽ. നിലവിൽ ചില നടപടികൾ ട്രസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് കൈക്കൊണ്ടിട്ടുണ്ട്. അതായത് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ചമ്പത് റായുടെ രാജി അംഗീകരിച്ച സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു താൽക്കാലിക ജനറൽ സെക്രട്ടറിയെ നിയമിച്ചിട്ടുണ്ട്. അത് കൃഷ്ണമോഹനെയാണ് താൽക്കാലിക ജനറൽ സെക്രട്ടറിയായി ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. കൃഷ്ണമോഹൻ മുൻ IFS ഓഫീസറാണ്. അദ്ദേഹം നേരത്തെ തന്നെ ഏകകണ്ഠേന ഈ ട്രസ്റ്റ് അംഗമായി തെരഞ്ഞെടുത്ത ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഈ കൃഷ്ണമോഹനെ ട്രസ്റ്റിൻ്റെ താൽക്കാലിക ജനറൽ സെക്രട്ടറി സ്ഥാനത്തിൻ്റെ ചുമതല നൽകി തെരഞ്ഞെടുത്ത ഒരു കാര്യം കൂടി എന്തായാലും ട്രസ്റ്റ് ഈ ഒരു യോഗത്തിന് ശേഷം അറിയിച്ചിട്ടുണ്ട്. ഇതിന് പുറമെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് അയോധ്യയിലെ കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വസ്തുക്കളാണ് കാണാതെ പോയിട്ടുള്ളത്. അതിൽ തന്നെ സ്വർണം കട്ടികൾ, വെള്ളിക്കട്ടികൾ ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ ഇത്തരത്തിൽ സംഭാവനകൾ കാണാതെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള ലിസ്റ്റ് അടക്കം പ്രദർശിപ്പിക്കും. ഈ സംഭാവനയായി ലഭിച്ച വസ്തുക്കളടക്കം പ്രദർശിപ്പിക്കുമെന്നൊരു കാര്യം കൂടി എന്തായാലും ഇന്നത്തെ യോഗത്തിൽ തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. അതോടൊപ്പം ആർക്ക് വേണമെങ്കിലും ഈ അവർ നൽകിയ സംഭാവന സംബന്ധിച്ച് ട്രസ്റ്റുമായി ബന്ധപ്പെടാം എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. സംഭാവന നൽകിയത് അവിടെ നിന്നും കളവ് പോയിട്ടുണ്ടോ എന്നതടക്കം സംശയമുണ്ടെങ്കിൽ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ നൽകാൻ ട്രസ്റ്റ് തയ്യാറാണ് എന്നതടക്കമുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. ഇനി അടുത്ത 22-ാം തീയതി ട്രസ്റ്റ് വീണ്ടും യോഗം ചേരുമെന്നതാണ് അറിയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ആ യോഗത്തിൽ കൂടുതൽ തീരുമാനങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയൊക്കെ നിലനിൽക്കുന്നുണ്ട്. കാരണം നിലവിൽ കൃഷ്ണമോഹനെ താൽക്കാലിക ജനറൽ സെക്രട്ടറി സ്ഥാനമാണ് ചുമതലയാണ് നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ പൂർണ്ണ ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുക, അത്തരം നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യത 22-ന് ചേരുന്ന യോഗത്തിലായിരിക്കും എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇത്രത്തോളം വലിയ ആരോപണ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് ചമ്പത് റായ് എന്നിരുന്നാൽ പോലും ഈ ചമ്പത് റായ്ക്കും അനിൽ മിശ്രയ്ക്കുമെതിരെ ഇതുവരെ FIR ഇടാൻ UP പോലീസ് തയ്യാറായിട്ടില്ല എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഇരുവരും ഈ ആരോപണങ്ങളെ
തുടർന്നൊക്കെ തന്നെ ട്രസ്റ്റിൽ നിന്ന് രാജിവെച്ച സാഹചര്യം ഉണ്ടായിട്ട് പോലും ഓരോ ദിവസവും പല പല വെളിപ്പെടുത്തലുകൾ, ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളൊക്കെ തന്നെ പുറത്തു വന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും ഇതുവരെ VHPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുള്ള അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ പ്രവർത്തിച്ച ഈ ഇരുവർക്കുമെതിരെ ഒരു FIR രജിസ്റ്റർ ചെയ്യാൻ UP പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. ഇതിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം, വിമർശനം ഇപ്പോഴും ഉയരുന്നുണ്ട്. NBC വിഷ്ണുവാണ് ദില്ലിയിൽ നിന്ന് റിപ്പോർട്ട്, ഏറ്റവും പുതിയ വിവരങ്ങൾ അവിടെ നിന്ന് നൽകിയിരിക്കുന്നത്. നമ്മൾ ചർച്ച ഇവിടെ വെച്ച് ആരംഭിക്കുകയാണ്. പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ ഒരു സംശയം ന്യായമായും ഉണ്ടാകും. ഇത് കേന്ദ്ര ഭരണകക്ഷിയായ BJPയുടെ പ്രതിനിധി വേണ്ട ഒരു ചർച്ചയാണ്. എന്തുകൊണ്ട് അവർ ഇല്ലാതെ പോയി? ആ രാഷ്ട്രീയ കക്ഷി അവരുടെ തീരുമാനം ഞങ്ങളെ അറിയിച്ചു, ഈ ചർച്ചയ്ക്ക് ഞങ്ങളുടെ പ്രതിനിധി ഇല്ല എന്ന്. മിഥുൻ വിജയകുമാർ, താങ്കൾ നിരീക്ഷകനായാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. പക്ഷേ പൊതുമണ്ഡലത്തിൽ താരതമ്യേന BJPക്ക് അനുകൂലമായ നിലപാടുകൾ എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന താങ്കൾ BJPയുടെ പക്ഷം സംസാരിക്കാൻ വേണ്ടി, അവരുടെ ആളുകളും ഇത് കാണുന്നുണ്ടാവും, അവരെന്തു പറയുന്നു എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. BJPയുടെ വാദം ഇവിടെ ആവശ്യവുമാണ്. താങ്കൾ അത് ഒട്ടൊക്കെ പരിഹരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. താങ്കൾ നിരീക്ഷകനാണ് എങ്കിൽ പോലും ഞാൻ ചോദിക്കട്ടെ, ഇതുപോലൊരു ചർച്ചയിൽ ദേശീയ രാഷ്ട്രീയത്തിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു വിഷയത്തിൽ കേന്ദ്ര ഭരണകക്ഷിക്ക് വന്ന് അവരുടെ വാദങ്ങൾ, അവരുടെ ന്യായങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരവസരം എന്തുകൊണ്ടാണ് നമ്മുടെ ഒരു പ്രമുഖ രാഷ്ട്രീയ കക്ഷി ഇങ്ങനെ ഉപേക്ഷിക്കുന്നത്? താങ്കൾക്ക് എന്തെങ്കിലും അതിലൊരു നിരീക്ഷണം പറയാനുണ്ടോ മിഥുൻ? താങ്കൾ തുടങ്ങിയത് തന്നെ എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തുകൊണ്ടാണ്. വളരെ നന്ദി. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഞാൻ BJPയുമായിട്ട് ഒരു ബന്ധവും വെക്കാത്ത ഒരാളാണ്. ആക്ച്വലി എന്നെ നരേന്ദ്രമോദി വീട്ടിലേക്ക് ക്ഷണിച്ചു, ആദരിച്ചു എന്നതിനപ്പുറത്തേക്ക് എനിക്ക് BJP എന്ന പാർട്ടിയുമായിട്ട് ഒരു ബന്ധവും നിലവിലില്ല. പല പല ആളുകളായിട്ട് പരിചയമുണ്ട്, സുഹൃത്തുക്കളുണ്ട്. പക്ഷെ ഞാൻ BJPയുടെ വാദങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരാളല്ല. ഞാനൊരു നാഷണലിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂ ഞാൻ പല സ്ഥലത്തും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. BJPയുടെ വാദം തോന്നിയെങ്കിൽ അത് എന്റെ കുഴപ്പമല്ല. മീൻസ് അത് ആ ഒരു എന്താ പറയുക, ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ്, ഒരു ഐഡിയോളജിയാണ്. പിന്നെ ഒരു ഐഡിയോളജി അതിനെ മാനിച്ചുകൊണ്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. താങ്കൾ കൂട്ടിച്ചേർക്കൂ, ഇതുപോലൊരു ചർച്ചയിൽ നിന്ന് BJP വിട്ടു നിൽക്കുന്നതിന്റെ ഒരു ന്യായം എന്തെങ്കിലും താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അത് ശരിയാണ്. അതിന്റെ ഒരു ഐഡിയോളജിക്കൽ പൊസിഷനിങ്ങും പറയാം. ഓക്കെ, ഒരു റൈറ്റ് വിങ് ഐഡിയോളജി എന്ന് പറയുമ്പം അതിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളുണ്ടാവും, അതിന്റെ ഭാഗമായി നിൽക്കുന്ന പാർട്ടികളുണ്ടാവും, അല്ലെങ്കിൽ മറ്റ് പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതിൽ BJP അല്ല റൈറ്റ് വിങ് ഐഡിയോളജിയുടെ ഒരു എന്താ പറയാ, ഒരു എന്താ സിമ്പിൾ എന്ന് പറയുന്നത്. അപ്പം BJPയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാതെ നമുക്ക് റൈറ്റ് വിങ് ഐഡിയോളജിക്കൽ പൊസിഷൻ എടുക്കാൻ പറ്റുമോ വെച്ചാൽ തീർച്ചയായിട്ടും പറ്റും. അപ്പോൾ എനിക്ക് BJPയുടെ ഒരു പൊസിഷൻ അറിയില്ല. അതുകൊണ്ട് BJPയുടെ നേതാക്കൾ എന്തുകൊണ്ട് വന്നില്ല എന്നത് BJP തന്നെ പറയണം. കാരണം BJP ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ, പ്രത്യേകിച്ചും BJPയെ കരിവാരി തേക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് BJP എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും പറയേണ്ട ഒരു കാര്യമാണ്. കാരണം കേരളത്തിൽ പ്രത്യേകിച്ച് BJP എന്തുകൊണ്ട് വരുന്നില്ല? കാരണം ദേശീയ മാധ്യമങ്ങളിൽ അവർ അപ്പിയർ ആവുന്നുണ്ട്, അവരുടെ പാർട്ടിയുടെ വക്താക്കൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ എന്താണ് അവർക്ക് അവരുടെ കേരളത്തിലെ ഘടകം അത് വ്യക്തമാക്കേണ്ടതാണ്. അതിൽ എനിക്കൊരു എന്താ പറയുക, ഒരു പൊസിഷൻ എടുത്തുകൊണ്ട് എന്തുകൊണ്ട് BJP വരുന്നില്ല എന്നുള്ളത് എനിക്കറിയില്ല. കാരണം അത് BJP തന്നെ പറയേണ്ട ഒരു കാര്യമാണ്. BJP തന്നെ എന്താ പറയുക, പരിഹരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇതൊരു ചോദ്യമായിരുന്നില്ല, ഒരു പൊസിഷൻ ചോദിച്ചതാണ്. താങ്കളോടൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകട്ടെ. ചമ്പത് റായ്, അദ്ദേഹം രാജിവെച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ പലപ്പോഴും രാജികൾ നാടകങ്ങളായി വരാറുണ്ട്. അത് അങ്ങനെ മറ്റോ ആയിരുന്നോ എന്നറിയാനാണ് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ രാജി, മറ്റൊരാളുടെ രാജി കൂടി അംഗീകരിച്ചിട്ടുണ്ട്. എങ്കിലും അദ്ദേഹത്തിൻ്റെ രാജി അംഗീകരിക്കപ്പെട്ടത് ഈ സന്ധ്യയിലെ, ഈ രാത്രിയിലെ ഏറ്റവും വലിയ വാർത്തയായി മാറുകയാണ്. പതിറ്റാണ്ടുകൾ VHPയുടെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ അന്താരാഷ്ട്ര വൈസ് പ്രസിഡൻ്റായിരുന്ന നേതാവ്, അയോധ്യ പ്രസ്ഥാനത്തിൻ്റെ നായകരിൽ ഒരാൾ, 2019 വിധിക്ക് ശേഷം ശ്രീരാം ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് എന്ന് പറയുന്ന ഈ ട്രസ്റ്റിൻ്റെ സ്ഥാപക ജനറൽ സെക്രട്ടറിയായി മാറിയ ആൾ, അത് സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് കേന്ദ്ര സർക്കാർ തന്നെ ഏർപ്പെടുത്തിയ ട്രസ്റ്റാണ് എന്ന് നമ്മൾ ഓർക്കുക. ക്ഷേത്ര നിർമ്മാണം നയിക്കുകയായിരുന്നു ആ ട്രസ്റ്റിൻ്റെ ചുമതല. അത് കഴിഞ്ഞും ആ ട്രസ്റ്റ് നിലനിൽക്കുകയും ക്ഷേത്രകാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുകയാണ്. അതിലെ നായകനായി, അതിലെ VHPയുടെ ഏറ്റവും ആധികാരികതയുള്ള നേതാവായി തുടർന്നിരുന്ന മനുഷ്യനാണ് ഇന്ന് പോകുന്നത്. ഇപ്പോഴത്തെ മാധ്യമങ്ങളുടെ ഭാഷയിലൊക്കെ പറയുകയാണെങ്കിൽ ആദ്യത്തെ വിക്കറ്റ് വീണിരിക്കുന്നു എന്നോ, ക്യാപ്റ്റന് തന്നെ ചുവപ്പ് കാർഡ് കാലം കാണിച്ചിരിക്കുന്നു എന്നോ ഒക്കെ പറയാം.
അദ്ദേഹത്തിൻ്റെ പടിയിറങ്ങൽ, അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുക? നോക്കൂ, അദ്ദേഹത്തിന്റെ പടിയിറങ്ങൽ എന്ന് പറയുന്നത് അദ്ദേഹം ഏതെങ്കിലും ഒരു FIR-ൽ അദ്ദേഹത്തിന്റെ പേര് വന്നത് കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും തെളിവ് വന്നത് കൊണ്ടോ അല്ല. അതൊരു മോറൽ ഗ്രൗണ്ടിൽ മാത്രമുള്ള റെസിഗ്നേഷനാണ്. കാരണം ഒരു ഹൈ പ്രൊഫൈൽ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പം VHPയുടെ ബന്ധമുള്ള ഒരു വ്യക്തി ആ ഒരു പൊസിഷനിൽ തുടരുന്നത് ശരിയല്ല. കാരണം അത് ഇൻവെസ്റ്റിഗേഷന് മറ്റേതെങ്കിലും രീതിയിൽ സ്വാധീനിച്ചേക്കാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങളും ഉയർന്നേക്കാം. അതുകൊണ്ട് മോറൽ ഗ്രൗണ്ട്സ് ഉള്ള ഒരു റെസിഗ്നേഷൻ ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. പിന്നെ ഇവിടെ നമ്മൾ ഈ ഒരു ലീഗൽ റിയാലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു വിഷയം വന്ന സമയം മുതൽക്ക് തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള വളരെ സ്വിഫ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ഷനാണ് നമ്മൾ കാണുന്നത്. ഓൾദോ അതിലൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു SIT ആണ് ആദ്യം ഫോം ചെയ്യുന്നത്. പല കംപ്ലയിൻസും വന്നെങ്കിൽ പോലും അതിലൊരു ഒരു FIR ആദ്യം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ട്രസ്റ്റ് പറയുന്ന ഒരു പോയിന്റിലെത്തിയപ്പോഴാണ് FIR രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ SIT എന്താ പറയുക, ഒരു SIT ഫോം ചെയ്തു, പോലീസ് അന്വേഷിച്ചു, മെറ്റീരിയൽ എവിഡൻസ് അവർക്ക് 8 ആളുകൾക്കെതിരെ കണ്ടെത്താൻ പറ്റി. ഈ ക്യാഷ് ട്രാൻസാക്ഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾ. അറസ്റ്റ് നടന്നു. 24 മണിക്കൂറിനുള്ളിൽ തന്നെ കോടിക്കണക്കിന് രൂപ റിക്കവർ ചെയ്തു, സ്വർണം റിക്കവർ ചെയ്തു എന്നൊക്കെയാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ FIR ഫയൽ ചെയ്യുകയും അതിനുശേഷം പോലീസ് ആക്ട് ചെയ്യുകയും ഈ പറയുന്ന പോലെ എന്താ പറയുക ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിലെവിടെയും നമുക്ക് ചമ്പത്രായിൻ്റെ പേര് കാണാൻ പറ്റുന്നില്ല. അത് എന്താ പറയുക, ചമ്പത്രായി അത്രയും പൊസിഷനിലിരിക്കുന്ന ആളായത് കൊണ്ടാണെന്നോ എന്ന് എനിക്ക് അറിയില്ല. കാരണം അതൊക്കെ നിങ്ങളുടെ ചോദ്യങ്ങൾ. പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇതൊരു ലീഗൽ പോയിന്റ് ഓഫ് വ്യൂവിൽ കാണുകയാണെങ്കിൽ പോലീസ് വളരെ സ്വിഫ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു കേസാണ്. ഇതിൽ UP ഗവൺമെന്റ് തന്നെ അല്ലെങ്കിൽ യോഗി ആദിത്യനാഥ് തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇതിൽ ആരൊക്കെ തന്നെ, ഇതിപ്പോൾ ആര് തന്നെ ഏത് ഉന്നതനാണെങ്കിലും ആരൊക്കെ ആണെങ്കിലും അവരൊക്കെ തന്നെ ഇതിൽ ഇൻവോൾവ് ആണെങ്കിൽ, ആരൊക്കെ ഇതിൽ ഇൻവോൾവ് ആണ് അവരൊക്കെ തന്നെ ഇതിൽ വരും എന്നൊരു കാര്യം വളരെ ക്ലിയർ ആയി തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇറഗുലാരിറ്റീസ് കണ്ട സമയം മുതൽക്ക് ഒരു ഗവൺമെന്റ് ആക്ട് ചെയ്യുക, വളരെ സ്വിഫ്റ്റായി ആക്ട് ചെയ്യുക, അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ കാര്യങ്ങൾ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നാണ്. ഒരു പൊളിറ്റിക്കൽ ഡിബേറ്റിലേക്ക് ഈ കാര്യം പോകുന്നുണ്ട്. അതിന് നമുക്ക് തീർച്ചയായിട്ടും ഒരു ഇങ്ങനത്തെ വിഷയം വന്നു കഴിഞ്ഞാൽ UP ഗവൺമെന്റിന് തീർച്ചയായിട്ടും കരിവാരി തേക്കാൻ പറ്റും. പക്ഷെ അതിലെ 2 മെയിൻ ഇഷ്യൂസ് ഞാൻ കാണുന്നത്, ഒന്ന് ഈ പറഞ്ഞ പോലെ സാധാരണഗതിയിൽ ഒരു അഗ്രീവ്ഡ് പാർട്ടി വന്നിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് പോലീസ് FIR ഇടും. പക്ഷേ ഇവിടെ ടെമ്പിൾ മാനേജ്മെന്റ് ഇന്റർവ്യൂ ചെയ്ത സമയത്താണ് ഈ പറയുന്ന പോലെ FIR-ലേക്കൊക്കെ എത്തുന്നത്. ആദ്യം തന്നെ ഒരു 3 മെമ്പർ SIT ടീമാണ് അവരുണ്ടാക്കുന്നത്. അതിന്റെ ചരിത്രം, ആ സംഭവം ഉണ്ടായ ഉടനെ ഞങ്ങൾ ഒരു ചർച്ച നടത്തിയിരുന്നു. ഇന്നത്തെ കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്തായാലും കാര്യങ്ങൾ ഭംഗിയായി പോകുന്നു എന്നാണ് താങ്കളുടെ ഒരു ഇത് അല്ലേ? അത് പൂർണ്ണമായിട്ടും കറക്റ്റ് അല്ല എന്നാണ് എന്റെ നിരീക്ഷണം. അത് പൂർണ്ണമായിട്ടും കറക്റ്റ് അല്ല. കാരണം അതിന്റെ SIT-യുടെ ഹെഡ് എന്ന് പറഞ്ഞ വിജയ് വിശ്വാസ് പന്ത്, അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കാണ്, സഞ്ജയ് പ്രസാദ് സ്റ്റേറ്റിന്റെ ഒഫീഷ്യൽ റെപ്രസെന്റേറ്റീവ് ആ ട്രസ്റ്റിന്റെ. അപ്പൊ അവിടെ ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഓൾറെഡി ഉണ്ട്. പിന്നെ ഇപ്പൊ വരുന്ന ചില വാർത്തകൾ അനുസരിച്ച് SBI ആയിരുന്നു ഇതിന് വേണ്ടിയിട്ടുള്ള ഈ എന്താ പറയുക ക്യാഷ് കൗണ്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്റ്റാഫിനെ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഏജൻസിയെ ഏർപ്പെടുത്തിയത്. അപ്പോൾ ആ ഏജൻസി എന്ന് പറയുന്നത് ബേസിക്കലി ഡീൽ ചെയ്യുന്നത് ഈ ജാനിറ്റേഴ്സിനെ അല്ലെങ്കിൽ ഈ ബേസിക് ഹെൽപ്പേഴ്സിനൊക്കെ ഹയർ ചെയ്യുന്ന ഒരു ഏജൻസിയാണ്. അവരെ വെച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ ക്യാഷ് കൗണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത്രയും വലിയ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക് ഹാൻഡിൽ ചെയ്യുന്ന ആളുകളെ ഹയർ ചെയ്തത്? അപ്പൊ അങ്ങനത്തെ ആളുകൾ, അവർക്ക് ഇതിനുള്ള എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളെ അങ്ങനത്തെ ഒരു പൊസിഷനിലേക്ക് കൊടുക്കാൻ ഈ ഏജൻസി എന്തുകൊണ്ട് കോൺടാക്ട് ചെയ്തു? അപ്പൊ അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ അവിടെ ഉണ്ട്. പൊളിറ്റിക്കൽ അതൊക്കെ നമുക്ക് വരാം. പക്ഷേ ഇത് രാഷ്ട്രീയ ചർച്ചയാവുന്ന എവിടെയാണെന്ന് വെച്ചാൽ VHPയുടെ പ്രസിഡന്റ് തന്നെ പറഞ്ഞിരിക്കുന്നു, പ്രതിപക്ഷ നേതാക്കൾ, ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷ നേതാക്കളെ വിളിച്ച് തെളിവെടുക്കൂ എന്ന മറ്റുള്ള രാഷ്ട്രീയ പ്രസ്താവനകൾ VHPയുടെ തന്നെ നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് പോകും. ഞാൻ വരാം. KT കുഞ്ഞിക്കണ്ണൻ, അതിലേക്ക് വരാം. താങ്കൾ ഇത്ര നേരം സംസാരിച്ചല്ലോ, മറ്റുള്ളവർക്ക് കൂടി അവസരം കൊടുക്കേണ്ടതുണ്ട്. എന്തായാലും ഞാൻ KT കുഞ്ഞിക്കണ്ണനിലേക്ക് വരികയാണ്. KT കുഞ്ഞിക്കണ്ണൻ, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഈ ട്രസ്റ്റ് സുപ്രീം കോടതിയുടെ വിധിയെ തുടർന്ന് കേന്ദ്ര സർക്കാർ തന്നെ ഉണ്ടാക്കിയതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയുണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയുണ്ട്, വിവിധ സംഘടനകളുടെ ഒക്കെ പ്രതിനിധികളുണ്ട്. നമ്മുടെ നാട്ടിൽ ചില ചേരികൾ വാദിക്കുന്നത് പോലെ അമ്പലങ്ങൾ ഭക്തരും സന്യാസിമാരും ചേർന്ന് നയിക്കണം എന്ന സങ്കല്പം പ്രാവർത്തികമായ ഒരു ട്രസ്റ്റായിരുന്നു അത്. അവിടെയാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ഇദ്ദേഹത്തിൻ്റെ ചമ്പത്രായുടെ രാജി ട്രസ്റ്റ് അംഗീകരിച്ചിരിക്കുന്നതോടുകൂടി അയോധ്യ പ്രസ്ഥാന നായകരിൽ ആ അമ്പലം നയിക്കാൻ നിയുക്തനായിരുന്ന മനുഷ്യൻ ആരോപണ വിധേയനായി മാറി നിൽക്കേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ്. ഇത് രേഖപ്പെടുത്തിക്കൊണ്ട് എന്താണ് KT കുഞ്ഞിക്കണ്ണൻ താങ്കളുടെ നിരീക്ഷണങ്ങളായി ഇപ്പോൾ അവതരിപ്പിക്കുക? KT.
ഒന്നാമത്തെ പ്രശ്നം അയോധ്യ നമ്മുടെ ഒരു അറിവിൽ ഇപ്പോൾ രാമക്ഷേത്രം ഉണ്ടെന്ന് പറയുന്ന സ്ഥലം ഒരു ക്ഷേത്രമുള്ള സ്ഥലമായിരുന്നില്ല, അതൊരു തീർത്ഥാടന കേന്ദ്രമായിരുന്നില്ല. അത് നമ്മുടെ ചരിത്രത്തിലെ 400 ചില്ലാനം വർഷക്കാലം മുസ്ലിങ്ങൾ ആരാധിച്ചു പോകുന്ന ഒരു പള്ളി പൊളിച്ച് ആ പള്ളി നിലനിന്ന സ്ഥലം സിവിൽ നിയമങ്ങളനുസരിച്ച്, രേഖകളനുസരിച്ച് ഒരിക്കലും അത് ശ്രീരാമക്ഷേത്രം ഉണ്ടാക്കാവുന്നൊരു സ്ഥലമായിരുന്നില്ല. പക്ഷേ രഞ്ജൻ ഗൊഗോയിയുടെ ബെഞ്ച് അങ്ങേയറ്റം അനീതികരമായി എഴുതിയുണ്ടാക്കിയ ഒരു വിധിയാണത്. ആ വിധി RSSൻ്റെ അജണ്ടയെ സേവിക്കുന്ന വിധിയായിരുന്നു. സുന്നി വഖഫ് ബോർഡിൻ്റെ ഉടമസ്ഥയിലുള്ള 2.7 ഏക്കർ സ്ഥലം അത് സുന്നി വഖഫ് ബോർഡിൻ്റെതാണെങ്കിലും മുസ്ലിങ്ങളുടേതാണെങ്കിലും, പക്ഷേ ഹിന്ദുക്കൾ വിശ്വസിക്കുന്നത് അവിടെയാണ് രാമൻ ജനിച്ചത്. അതുകൊണ്ട് വിശ്വാസത്തെ മുൻനിർത്തിയിട്ടുള്ള അങ്ങേയറ്റം ജുഡീഷ്യൽ ജസ്റ്റിസിന് നിരക്കാത്ത ഒരു വിധിയായിരുന്നു ആ വിധി. ആ വിധിയുടെ ബലത്തിലാണ് നരേന്ദ്രമോദി തന്നെ, പ്രൈം മിനിസ്റ്റർ ഹൗസ് തന്നെ മുൻകൈയെടുത്തുകൊണ്ട് ചമ്പത് റായിയുടെ നേതൃത്വത്തിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വിവാദപരമായ ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റ് ഉണ്ടാക്കിയത്. ആ ട്രസ്റ്റ് ഒരു കൊള്ള സംഘമായിരുന്നു. ആ ട്രസ്റ്റിലെ പ്രമുഖരെ നോക്കൂ നിങ്ങൾ. ഈ അനിൽ മിശ്ര, ആരാണ് അദ്ദേഹം? അദ്ദേഹം എങ്ങനെയാണ് ഈ ട്രസ്റ്റിലേക്ക് വന്നത്? അതേപോലെ തന്നെ ഗോപാൽ റാവു, ഇങ്ങ് കർണാടകക്കാരനാണ്. RSSൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മിസ്റ്റർ ദത്താത്രേയ ഹോസ്പലയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനാണ് ഈ ഗോപാൽ റാവു. ഇവരെല്ലാം ചേർന്നുകൊണ്ടാണ് അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്തത്. അവിടെ കാണിക്കയായി സംഭാവനയായി കിട്ടിയ സ്വർണവും വെള്ളിക്കട്ടികളും തട്ടിയെടുത്ത കാര്യമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. പക്ഷെ അതിലും അപ്പുറത്ത് ഈ ക്ഷേത്ര നിർമ്മിതി തന്നെ വലിയൊരു കുംഭകോണമായിരുന്നു. അതിൻ്റെ മെറ്റീരിയൽസ് വാങ്ങിക്കൽ, ഭൂമി വാങ്ങിക്കൽ, ഇതിലെല്ലാം വലിയ അഴിമതി നടന്നതായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ RSSന് ഭക്തരല്ല, രാമൻ്റെ അനുയായികളല്ല, വിശ്വാസികളല്ല, ഭക്തർക്കും വിശ്വാസികൾക്കും വേണ്ടല്ല, ഒരു സംഘം പണമോഹികളായ അവരുടെ ധനസമ്പാദനത്തിന് വേണ്ടിയുള്ള ഒരു മാർഗമാക്കി ഇന്ത്യയെ വർഗീയവൽക്കരിച്ച ലിബറാൻ കമ്മീഷൻ അതിൽ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ വർഗീയ വിഭജനത്തിൻ്റെ രക്തമൊഴുകുന്ന തീരങ്ങളിലേക്ക് നമ്മുടെ മഹാരാജ്യത്തെ തള്ളിയിട്ട ബാബറി മസ്ജിദ് നിലനിന്ന സ്ഥലത്ത് രാമക്ഷേത്രമുണ്ടാക്കി ഈ ക്രിമിനൽ സംഘത്തിന്, ഈ കൊള്ള സംഘത്തിന് ഭക്തർ വിശ്വാസികൾ സമർപ്പിക്കുന്ന ഈ സംഭാവനകളെ, സ്വർണം, വെള്ളി, എന്താണ് രാമചരിത മാനസത്തിൻ്റെ 10,000 ചില്ലാനം ശ്ലോകങ്ങൾ ചെമ്പിൽ മരതക്കല്ല് വെച്ച് മുദ്ര ചെയ്ത് സ്വർണം പൂശിയ രാമചരിത മാനസമടക്കം ഈ കൊള്ളസംഘം കവർന്നെടുത്തു എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. അത് സംഭാവന ചെയ്ത ആൾ നിസ്സാരനല്ല, നമ്മളത് മനസ്സിലാക്കണം. സെൻട്രൽ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന S ലക്ഷ്മണനാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ പരസ്യമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വലിയൊരു കൊള്ളസംഘമായിട്ട് ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും മറ പിടിച്ച് RSSൻ്റെ നേതാക്കൾ, ഈ ചമ്പത് റായി ആജീവനാന്ത RSSൻ്റെ പ്രചാരകനാണ്. ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റിൻ്റെ മേധാവി അദ്ദേഹം വരുന്നതിനുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്? ആ ക്വാളിഫിക്കേഷൻ അയാൾ RSSൻ്റെ ആജീവനാന്ത പ്രചാരക്കാണെന്നാണ്. ഈ അനിൽ മിശ്ര ആരാണ്? ഗോപാൽ റാവു ആരാണ്? ഇവരെല്ലാം RSSൻ്റെ നേതാക്കളാണ്. എന്നു മാത്രമല്ല, സിവിൽ സർവീസിൽ ഉന്നത പദവി വഹിക്കുകയും കല്യാൺ സിംഗ് അയോധ്യ ഇവിടെ UPയിലെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അയാളുടെ സെക്രട്ടറി ആയിരിക്കുകയും ചെയ്ത ഒരു നൃപേന്ദ്ര മിശ്രയെക്കുറിച്ച് ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുക. ഈ നൃപേന്ദ്ര മിശ്ര ആരാണ്? ബാബറി മസ്ജിദിന്റെ തകർച്ച ഉൾപ്പെടെയുള്ള UPയിലെ അപരാധപൂർണമായ സംഭവങ്ങൾ നടക്കുന്ന കാലത്ത് ഈ കല്യാൺ സിംഗിൻ്റെ സെക്രട്ടറി ആയിരുന്ന ഈ നൃപേന്ദ്ര മിശ്ര CIA ബന്ധമുള്ള ആളായിരുന്നു എന്ന് സെൻട്രൽ ഇന്റലിജൻസ് വിഭാഗം തന്നെ അദ്ദേഹത്തിനെതിരായിട്ട് അന്വേഷണം കൊണ്ടുവന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കല്യാൺ സിംഗിൻ്റെ സെക്രട്ടറി സ്ഥാനത്ത് അദ്ദേഹം മാറ്റേണ്ടി വന്നു. അദ്ദേഹം പിന്നീട് കേന്ദ്രത്തിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയോഗിക്കപ്പെടുകയാണ്. അപ്പോൾ വലിയൊരു ഗൂഢാലോചനാ സംഘം ഈ ബാബറി മസ്ജിദ് വിവാദമാകുന്നതും തർക്കപ്രശ്നമാക്കി അതിനെ തകർക്കുന്ന RSSൻ്റെ ക്യാമ്പയിനുകൾക്ക്, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വർഗീയത എല്ലാ മേഖലകളിലും കുത്തിയിളക്കുന്ന ക്യാമ്പയിനുകൾക്ക് പിറകിൽ ആരായിരുന്നു? വൻകിട ആഗോള മുതലാളിത്ത ശക്തികളായിരുന്നു എന്ന കാര്യം വരെ പുറത്തു വന്നതാണ്. കാർണഗി എൻഡോവ്മെൻറ്റ് ഫോർ ഇൻ്റർനാഷണൽ പീസ്, BJPയുടെ അയൺമാൻ ആയിരുന്നല്ലോ ലാൽകൃഷ്ണ അദ്വാനി. ആ ലാൽകൃഷ്ണ അദ്വാനി ബാബറി മസ്ജിദ് തകർക്കാൻ ആവശ്യമായ ബാബറി മസ്ജിദിനെ കേന്ദ്രീകരിച്ചുള്ള സമുദായ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള ക്യാമ്പയിനുകൾ ആരംഭിക്കുന്ന ഓരോ സന്ദർഭത്തിലും വാഷിങ്ടണിൽ ചെന്ന് ഈ കാർണഗി എൻഡോവ്മെൻറ്റ് ഫോർ ഇൻ്റർനാഷണൽ പീസിൻ്റെ പ്രമുഖരുമായിട്ട് ക്ലോസ്ഡ് ഡോർ ചർച്ച നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം അക്കാലത്തെ മാധ്യമങ്ങൾ പല ഘട്ടങ്ങളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും
ബാബറി മസ്ജിദിൻ്റെ ചരിത്രവും അതിൻ്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട ക്രൂരമായ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് NBCയോട് എനിക്ക് പറയാനുള്ളത്, ഇത് നിസ്സാരമായ ഒരു കാര്യമല്ല. നമ്മുടെ രാജ്യത്തെ അസ്ഥിരീകരിച്ച ഇന്നത്തെ രീതിയിൽ വർഗീയ ധ്രുവീകരണത്തിൻ്റെതായ ഒരു ഹിന്ദുത്വ പൊതുബോധമുണ്ടാക്കുന്നതിന് വളരെ ആസൂത്രിതമായി നടന്ന ഒരു കുറ്റകൃത്യമാണ് രാമജന്മഭൂമി എന്ന് പറയുന്ന സ്ഥലത്ത്, ബാബറി മസ്ജിദ് നിലനിന്ന സ്ഥലത്ത് അവിടെ തകർത്ത് രാമക്ഷേത്രമുണ്ടാക്കി. ഇപ്പോൾ വിശ്വാസികൾ അവരുടെ ഭക്തി കൊണ്ടും വിശ്വാസം കൊണ്ടും നൽകുന്ന സമർപ്പണം, സംഭാവനകൾ, കാണിക്കകൾ, അത് കൊള്ളയടിക്കുന്ന സംഭവങ്ങൾ. അതിനെക്കുറിച്ച് ഇവിടെ മിഥുൻ പല ചർച്ചകളിലും എനിക്ക് സൗഹാർദ്ദമുള്ള ഒരാളാണ്, ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ധാരണ. അദ്ദേഹം ഇവിടെ എന്താണ് റൈറ്റ് വിങ് ആയിട്ടുള്ള ഒരു ഐഡിയോളജിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇന്ത്യയിൽ റൈറ്റ് വിങ് ഐഡിയോളജിയുടെ മൂർത്തവും ഹിംസാത്മകവുമായ രൂപം ഹിന്ദുത്വമാണ്. ആ ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയ പ്രയോഗത്തിൻ്റെ മണ്ഡലമാണ് BJP. ആ റൈറ്റ് വിങ് ഐഡിയോളജിയുടെ രാഷ്ട്രീയ പ്രയോഗത്തിൻ്റെ ഒരു ഭൗതിക രൂപമായിട്ടുള്ള BJPയുടെ ആൾ വരേണ്ട, മിഥുൻ വന്നാൽ മതി. മിഥുന് തന്നെ അത് വിശദീകരിക്കാവുന്നതാണ്. ഈ രാമായണത്തിലെ മായാരാക്ഷസന്മാരെ പോലെ യുദ്ധം ചെയ്യുന്നവരാണ് RSSകാരെന്ന് പറയും. അവരെ നമ്മൾ എന്ത് പറയും എന്നാൽ ഞങ്ങൾ നിരീക്ഷകരാണ്, ഞങ്ങൾ സ്വതന്ത്രരാണ്, ഞങ്ങൾ റൈറ്റ് വിങ് ഐഡിയോളജിയിലാണ്, BJP ആയിട്ട് യാതൊരു ബന്ധവുമില്ല, RSS ആയിട്ട് യാതൊരു ബന്ധവുമില്ല, അവരെ പിടിക്കാൻ കിട്ടില്ല നമുക്ക്. അതുകൊണ്ട് പിടിതരണം ഇതിനെ, കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയണം. നിങ്ങളുടെ റൈറ്റ് വിങ് ഐഡിയോളജിയുടെ ഇന്ത്യയിലെ ഇംപ്ലിമെൻറ്റേഷൻ്റെ രാഷ്ട്രീയ രൂപമാണ് നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര സർക്കാർ. ആ കേന്ദ്ര സർക്കാർ മുൻകൈയെടുത്ത് റിക്രൂട്ട് ചെയ്ത് നിയോഗിച്ചിട്ടുള്ള, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒന്നാണ് ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റ്. ആ ട്രസ്റ്റിനെതിരായിട്ടാണ് ഇപ്പോൾ ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നിരീക്ഷകൻ്റെ വേഷത്തിൽ വന്ന്, ഈ മായാരാക്ഷസന്മാർ പല രീതിയിൽ പ്രത്യക്ഷപ്പെടുമല്ലോ, ഒരു നിരീക്ഷകൻ്റെ വേഷത്തിൽ വന്ന് ധർമ്മത്തോട് ഈ അനീതികരമായ സംഭവങ്ങളെ മറച്ചു പിടിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ വേഷമടിച്ചു വെച്ച് സ്വതന്ത്രമായിട്ട് ഈ RSSന് വേണ്ടി, BJPക്ക് വേണ്ടി സംസാരിക്കാൻ, ജനങ്ങളോട് കാര്യങ്ങൾ പറയാൻ ബാധ്യസ്ഥനാണ് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഓക്കെ സാജൻ, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്, ഈ ട്രസ്റ്റ് അത് ഇന്ത്യയുടെ ക്ഷേത്ര ഭരണ ചരിത്രത്തിലെ കൗതുകകരമായ ഒരു പ്രത്യേകതയുള്ള ഒരു ബോഡിയായിരുന്നു. അതായത് നമ്മുടെയൊക്കെ നാട്ടിൽ, നമ്മുടെ ഇന്ത്യയിൽ ആകെ തന്നെ ക്ഷേത്രങ്ങൾ ഭരിക്കുന്നത് പ്രാദേശിക അധികാര ശക്തികളാണ്, കേന്ദ്രം അല്ല. പക്ഷേ അതും മാറ്റണം. ക്ഷേത്രങ്ങളൊക്കെ ഒരു കേന്ദ്ര നിയമത്തിൽ, ഏകീകൃത നിയമത്തിന് കീഴിൽ കൊണ്ടുവരണം എന്നൊക്കെയുള്ള സംസാരമായിരുന്നു ഇതിന് തൊട്ടു മുമ്പുള്ള ഘട്ടങ്ങളിൽ ഒക്കെ മുഴങ്ങിയിരുന്നത്. അതായത് ഭക്തർക്കും സന്യാസിമാർക്കും പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് ക്ഷേത്ര കാര്യങ്ങളിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിച്ചവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്ന തരത്തിലുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടാകണം. ക്ഷേത്രങ്ങൾ വിശ്വാസികൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ട ഒരു മാതൃക, ക്ഷേത്ര ഭരണ മാതൃക, അതായിരുന്നു ഈ ട്രസ്റ്റ്. അതിപ്പോൾ ഇന്ത്യൻ ക്ഷേത്രങ്ങളുടെ ചരിത്രത്തിൽ ഒരിക്കലും പുറത്തു വന്നിട്ടില്ലാത്ത തരത്തിൽ ഒരു അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് പുറത്തു വന്ന കാര്യങ്ങൾ കൊണ്ട് മനസ്സിലാവുന്നത്. ഈ വൈചിത്ര്യമുണ്ടല്ലോ, ഈ ഒരു വലിയ അവകാശവാദം അത് തകർന്നു വീഴുന്ന ഒരു നിമിഷം, ആ നിമിഷത്തെ മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എങ്ങനെ നോക്കും, വിശദീകരിക്കും എന്നാണ് ഞാൻ സാജൻ എവ്ജിനോട് ചോദിക്കുന്നത്. സാജൻ പറയും. അതെ, NBC ഇപ്പോൾ പൊതുവെ നമ്മൾ പറയാറുണ്ട്, നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ, സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തെ ബാബറി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് മുമ്പും അതിനുശേഷം എന്ന രീതിയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ രണ്ട് ഘട്ടങ്ങളാണ്. അതിനപ്പുറം ഇപ്പോൾ 2004 ജനുവരിയിൽ ഈ രാമക്ഷേത്രം തുറന്നു കൊടുത്തുകൊണ്ട് അതിൻ്റെ നായകസ്ഥാനത്ത് നിന്ന് രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുകയും അതിൻ്റെ പ്രധാന കാർമ്മികനെ തന്നെ നിന്നുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത്, ഇന്ത്യയുടെ ചരിത്രം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ആയിരക്കണക്കിന് വർഷങ്ങളായുള്ള ഇന്ത്യയുടെ ചരിത്രം രാമക്ഷേത്രത്തിന് മുമ്പും അതിനുശേഷവും എന്ന രീതിയിൽ രണ്ടായി നമുക്ക് കാണാമെന്ന്. ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴാണ്, ഇനിയൊരു പുതിയ ഇന്ത്യയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്, ഞാനതിന് ചടങ്ങിന് സാക്ഷ്യം വഹിച്ച ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രധാനമന്ത്രി ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇതോടൊപ്പം വേറെ നമ്മൾ കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ 2013 BJP നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം ഡൽഹിയിലും ഒക്കെ ആദ്യമായിട്ട് പറഞ്ഞത് ന ഖാവൂങ്ക ന ഖാന ദൂങ്ക എന്നാണ്. എന്നുവെച്ചാൽ തിന്നുകയില്ല, തീറ്റിക്കുകയുമില്ല.
കാര്യം അന്നത്തെ കോൺഗ്രസ് ഭരണകാലത്ത് UPA ഭരണകാലത്ത് ചില അഴിമതികളൊക്കെ തുറന്നു കാട്ടിയിട്ടാണ് അഴിമതി നടത്തുകയില്ല, അഴിമതിക്കാരെ സംരക്ഷിക്കുകയുമില്ല എന്നുള്ളതിൻ്റെ ഒരു ഹിന്ദിയിലെ ഒരു വളരെ പ്രാദേശികമായ ഒരു പ്രയോഗമാണ് നാ ഖാവൂങ്ക നാ ഖാന ദൂങ്ക എന്നുള്ളത്. അപ്പം അഴിമതി ഒരിക്കലും അനുവദിക്കില്ല എന്നുള്ള ഒരു ഉറപ്പ് നൽകിയാണ് നരേന്ദ്രമോദി 2014 BJPയെ കേവല ഭൂരിപക്ഷത്തിൽ എത്തിച്ചതും അത് കഴിഞ്ഞ് തുടർച്ചയായ 2 വിജയങ്ങളിലേക്ക് കൊണ്ടുപോയതും. അത് കഴിഞ്ഞിട്ട് ഈ രാമക്ഷേത്രം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ തന്നെ സൃഷ്ടിയാണ് എന്നുള്ളതാണ് അദ്ദേഹം അവകാശപ്പെടുന്നതും BJP അങ്ങനെ തന്നെയാണ്. കാര്യം നമ്മുടെ പ്രധാനപ്പെട്ട RSSൻ്റെ തലവനെ പോലും 2ാം സ്ഥാനത്ത് നിർത്തിയിട്ടാണ് നരേന്ദ്രമോദി അതിന് നേതൃത്വം വഹിച്ചത്. അപ്പോൾ ഈ ഒരു ചർച്ചയിൽ ഇപ്പം BJPയുടെ RSSൻ്റെ പ്രതിനിധികൾ എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള ചോദ്യത്തിന് യഥാർത്ഥ മറുപടി നരേന്ദ്രമോദി ഈ വിഷയത്തിൽ പാലിക്കുന്ന മൗനം തന്നെയാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ നേരത്തെ NBC പറഞ്ഞതുപോലെ ഇതിൻ്റെ അംഗങ്ങളെ മുഴുവൻ അവർ അവരെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്ത് നിയമിച്ച ആളുകളാണ്. ഇപ്പം പൊതുവെ ഈ RSSനെ പറ്റി നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ പറയാറുള്ളത് എന്താണ്, ഇപ്പോൾ RSSകാർ അവരുടെ ഐഡിയോളജി മോശമാണ്, പക്ഷേ അവർ സംശുദ്ധരാണ്. അവരുടെ ഐഡിയോളജിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ വളരെ നിഷ്കാമ കർമ്മമാണ് ചെയ്യുന്നത്, സ്വാത്വികരാണ്. അവർ ചെയ്യുന്ന മറ്റു പ്രവൃത്തികളെ പറ്റി നമുക്ക് വിയോജിപ്പുണ്ടെങ്കിൽ അവരുടെ സത്യസന്ധതയെ നമ്മൾ മാനിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉത്തരേന്ത്യയിൽ പൊതുവെ അവരുടെ ഒരു ക്യാമ്പയിൻ. പലപ്പോഴും മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ അവർ പുറന്തള്ളുന്നത് ഈ ഒരു രീതിയിലാണ്. പക്ഷേ ഇപ്പോൾ എന്താണ്, ഇവരെ മുഖം മൂടി അപ്പാടെ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ത്യയിൽ BJP അധികാരത്തിലെത്തിച്ചത് രാമജന്മഭൂമി പ്രസ്ഥാനമോ അതിൻ്റെ ഭാഗമായി നടന്ന എല്ലാ പ്രവർത്തനങ്ങളാണെന്ന് ഇന്ന് ഏത് രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും അത്യാവശ്യം രാഷ്ട്രീയം വീക്ഷിക്കുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിലാണ് ഈ ഒരിക്കലും നമുക്ക് നീക്കാൻ പറ്റാത്ത ഒരു കളങ്കം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഈ ട്രസ്റ്റിനെന്ന് പറയുമ്പം ഈ ട്രസ്റ്റൊക്കെ ഇതിൻ്റെ അത് ഇപ്പം അറസ്റ്റിലായിരിക്കുന്നത് 19-20 വയസ്സുള്ള ചെറുപ്പക്കാരാണ്. ഈ 19-20 വയസ്സുള്ള ചെറുപ്പക്കാരെ മുഴുവൻ നിയമിച്ചത് ആരാണെന്ന് അവിടെ നാട്ടിൽ മുഴുവൻ കുറേ നാളുകൊണ്ട് ഇത് പാട്ടാണ്. ഇന്ന് മാത്രമല്ല RSS എന്ന് പറയുന്നത് അവരെ അംഗങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന സംഘടനയാണെന്നാണ് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവർ പെട്ടെന്ന് അവിടെ ഗ്രാമത്തിലൊക്കെ പോകുമ്പം വളരെ വളരെ സാധുക്കളായ കുടുംബത്തിൽ നിന്ന് വന്ന ആളുകളാണ് പെട്ടെന്ന് ധനികരാകുന്നു. അപ്പോൾ അവിടെ നമ്മളെ ഉത്തരേന്ത്യയിലെ മാധ്യമപ്രവർത്തകരൊക്കെ ഗ്രാമങ്ങൾ സന്ദർശിക്കുകയും ഗ്രാമീണരിൽ നിന്ന് ഇവരുടെ വിവരങ്ങളൊക്കെ ആരാഞ്ഞ് ഒക്കെ വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് സമ്പന്ന ജീവിതത്തിലേക്ക് ഇവർ പ്രവേശിച്ചത്. ഇതൊക്കെ നിരീക്ഷിക്കാനുള്ള ഒരു സംവിധാനം BJPക്ക് RSSന് ഇല്ലെന്നാണ് നമ്മൾ കരുതേണ്ടത്. അപ്പോൾ ഇത് കുറേ നാളുകൊണ്ട് നടന്നൊരു സംഭവമാണ്. ഇത് മാത്രമല്ല, ഇത്രയും പ്രതാപശാലികളും ഇത്രയും അധികാര പദവി കൈയാളുന്നതുമായ ട്രസ്റ്റ് അംഗങ്ങളുടെ താഴെ പ്രവർത്തിച്ച വളരെ സാധുക്കളായ ഈ കൂലി വേലക്കാരാണ് ഈ കൊള്ളാടത്തിയെന്ന് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ഇവർക്ക് എങ്ങനെ അതിനുള്ള ധൈര്യം വരുന്നു? അപ്പോൾ ഇത് വെറും ഒരു സാധാരണയായ കുറേ ആളുകൾ എന്തെങ്കിലും കുറച്ച് സ്വർണ്ണോ പണമോ കണ്ടപ്പം അത് കൊള്ളാടത്തി എന്നുള്ള അല്ലെങ്കിൽ അത് മോഷ്ടിച്ചു എന്നുള്ളത് അല്ല. അതിനപ്പുറമുള്ള എന്ന് മാത്രമല്ല ഈ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത ആ ദിവസങ്ങളിൽ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ചകളിൽ തന്നെ ഒരുപാട് വാർത്തകൾ വന്നിരുന്നു. അവിടുത്തെ വിളക്കുകളൊക്കെ അവിടുന്ന് അയോധ്യ നഗരത്തിൽ സ്ഥാപിച്ച വിളക്കുകൾ അവിടെ മുഴുവൻ വെള്ളക്കെട്ട് പ്രളയത്തിൽ ഒരു മഴ ചെയ്തപ്പോൾ തന്നെ പ്രളയത്തിൽ മുങ്ങി. അപ്പോൾ നിർമ്മാണത്തിൽ അന്നുതൊട്ടേ അഴിമതിയും ക്രമക്കേടും ഉള്ളതായ വാർത്തകൾ വന്നിരുന്നു. എന്തുകൊണ്ട് അപ്പം തന്നെ ഇവർക്ക് തടയാൻ പറ്റിയില്ല? ഒരു സിഗ്നൽ കിട്ടിയല്ലോ, ഇതിൽ തൽപര കക്ഷികൾ കടന്നുകൂട്ടിയിട്ടുണ്ടാവും. പിന്നെ അതിനപ്പുറം അയോധ്യ നഗരത്തിൽ ഈ രാമക്ഷേത്രത്തിന് ചുറ്റുമുള്ള നഗരം വളരെ സാധാരണക്കാരായ വളരെ ദാരിദ്ര്യം പിടിച്ച ആളുകൾ താമസിക്കുന്ന മേഖലയാണ്. കാര്യം അന്നത്തെ ഒരുപാട് നൂറുകണക്കിന് ക്ഷേത്രങ്ങളുള്ള ഒരു ചിരപുരാതന പട്ടണമാണ് ഈ അയോധ്യ. അവിടെ നൂറുകണക്കിന് ആളുകൾ അമ്പലത്തിലേക്കുള്ള സാമഗ്രികൾ വിറ്റും ചെറിയ സാധനങ്ങൾ വിറ്റും ഉപജീവനം കഴിച്ചെത്തുന്ന നൂറുകണക്കിന് ആളുകളുണ്ട്. അവർ നമ്മൾ നേരിൽ കണ്ടിട്ടുണ്ട്. അവർ മുഴുവൻ അവിടെ നിന്ന് ഒഴിഞ്ഞുകൊണ്ട സ്ഥിതിയായി. കാര്യം റിയൽ എസ്റ്റേറ്റുകാർ വന്ന് ആ പ്രദേശം മുഴുവൻ അവിടെ മുഴുവൻ വലിയ തീർത്ഥാടകരുടെ പ്രഭാവം ഉണ്ടാകുമ്പോൾ ഹോട്ടലുകൾ വികസിക്കുക എന്നുള്ള ധാരണയിൽ വന്ന് അവിടെ മുഴുവൻ കൈയടക്കുകയും എന്ന് മാത്രമല്ല ഈ കച്ചവടക്കാരിൽ നിന്നെല്ലാം വലിയ രീതിയിലുള്ള പകടി വാങ്ങി. അപ്പോൾ അവർക്കൊന്നും താങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ഇതെല്ലാം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇതൊന്നും നിയന്ത്രിക്കാൻ കഴിയാത്ത ഉത്തർപ്രദേശിലെ BJPയുടെ ശക്തിയും അവരുടെ സ്വാധീനമൊന്നും ആരും കുറച്ച് കാണുന്നില്ല. ഇവരെന്തുകൊണ്ട് ഇത് നിരീക്ഷിക്കുകയും തടയുകയും ചെയ്തില്ല? ഇത്രയും വന്നതിന് ശേഷമാണ് ഇവരിത് ശ്രദ്ധയപ്പെട്ടതെന്ന് പറയുന്നത് ആരെ കബളിപ്പിക്കാനാണ്? അപ്പോൾ മൊത്തത്തിൽ തുടക്കം മുതൽ ഇതിനെ ഒരു കറവ പശുവായി ഇവർ കണ്ടു എന്നുള്ളതിന് തെളിവുകൾ 2019 നവംബറിലാണ് സുപ്രീം കോടതി വിധി വരുന്നത്. അതിനുശേഷം തന്നെ അവിടെ റിയൽ എസ്റ്റേറ്റിൻ്റെ വളർച്ച ഉണ്ടായതായി വലിയ വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ എന്നാൽ അത് വളരെ വസ്തുതാപരമായ വാർത്തകളായിരുന്നു. മേടിച്ച കോർപ്പറേറ്റ് ഗ്രൂപ്പുകളുടെ പേരടക്കമാണ് വന്നത്.
അത് കഴിഞ്ഞിട്ടുള്ള ഈ നിർമ്മാണ പ്രവൃത്തിയിലും അഴിമതിയിലും വാർത്തകൾ വന്നു. ഇതൊന്നും നിരീക്ഷിക്കാനോ ഒന്നും സംവിധാനം ഉണ്ടായില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത ആ ഇലക്ഷനിൽ അയോധ്യയിൽ BJP പരാജയപ്പെടുക, അയോധ്യ ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ BJP പരാജയപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ പോലും അവിടെ ജനങ്ങൾക്ക് ഇടയിലുള്ള ഒരു വികാരം ഇവർക്ക് എന്തുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് BJPയുടെ വലിയ പരാജയമാണ് എന്ന് മാത്രമല്ല, ഇപ്പം പുതിയൊരിത് പറയേണ്ടിയിരിക്കുന്നു. ഈ അഴിമതി പുറത്തു വന്നത് ഇന്ത്യയിൽ RSSൻ്റെയും BJPയുടെയും പ്രത്യേകിച്ച് BJPയുടെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് കാരണമായ ആ ഒരു പ്രസ്ഥാനത്തെ ആ ഒരു മുന്നേറ്റത്തിന് ഇനി നമുക്ക് ഉത്തരേന്ത്യയിൽ എന്തായാലും ഇവർക്ക് പറഞ്ഞു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് ഉത്തരേന്ത്യയിലെ ആ ഒരു രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കുമ്പോൾ നമുക്ക് ബോധ്യമാവുന്നത്. മിഥുൻ, ഞാൻ താങ്കളിലേക്ക് വരുന്നു. 2024 ജനുവരി 22 അന്നാണ് ഈ രാം മന്ദിറിൽ രാംലല്ല അതിൻ്റെ പ്രാണപ്രതിഷ്ഠ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്. അങ്ങനെ നേരിട്ട് തന്നെ അതിൻ്റെ ഒരു പ്രോദ്ഘാടകൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ കൂടിയാണ് രാഷ്ട്രീയ നേതാവും പ്രധാനമന്ത്രിയും ആയിരിക്കുന്ന നരേന്ദ്രമോദി. ഇന്ത്യ ഇന്ന് കാതോർക്കുന്നൊരു ശബ്ദം ഈ സംഭവത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. പക്ഷേ മൗനം കൊണ്ടാണ് ഈ സംഭവം കഴിഞ്ഞിട്ടും അദ്ദേഹം പ്രതികരിക്കുന്നത്. ആ മൗനം നീതീകരിക്കാവുന്നതാണോ? അല്ല, ആ മൗനത്തിന് ഇന്ത്യയിലെ കോടിക്കണക്കായ ജനങ്ങൾക്ക് മനസ്സിലാകാത്ത എന്തെങ്കിലും അർത്ഥമുണ്ടോ? മിഥുൻ. നോക്കൂ, ഇപ്പോൾ പ്രധാനമന്ത്രി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു എന്നിരിക്കട്ടെ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പോസിഷൻ പറയാൻ പോകുന്ന കാര്യം എന്തായിരിക്കും? പ്രൈം മിനിസ്റ്റർ ഈ കേസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നാളെ സുപ്രീം കോടതിയിലേക്ക് ഓടും. അപ്പോൾ ഇവിടെ പ്രൈം മിനിസ്റ്ററുടെ സൈലൻസ് എന്ന് പറയുന്നത് വളരെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ലോഫുൾ ഡിസ്റ്റൻസ് ആണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പൊസിഷൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഒരു കേസല്ലേ, അത് അവർ ചെയ്യട്ടെ. അല്ലാതെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അല്ലല്ലോ ഈ വിഷയം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഇപ്പം ഈ കാങ്കറു കോർട്സ് ഒന്നും ഇല്ല എന്നൊരു ഡെമോക്രസി തന്നെയാണ് നമ്മൾ. പണ്ട് ഈ സഖാവ് ജോസഫൈൻ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കോടതിയുണ്ട്, അതുപോലെ RSSനും BJPക്ക് അവരുടേതായ കോടതി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ പ്രധാനമന്ത്രി ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് വളരെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു സൈലൻസ് ആണ്. അതിൽ ഈ വിഷയത്തിൽ അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞാൽ അതിനെ മറ്റു രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മൾ ഇതേ പാനലിൽ ഇരുന്നുകൊണ്ട് വീണ്ടും മറ്റൊരു ചർച്ചയ്ക്ക് അതൊരു വഴിയൊരുക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ചർച്ചകൾ ഒഴിവാക്കാൻ ഒരു പക്ഷേ അത് സഹായിച്ചേക്കും. പിന്നെ ഇവിടെ എൻ്റെ പൊളിറ്റിക്കൽ ഐഡിയോളജിയെക്കുറിച്ച് സഖാവ് KT കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു. അദ്ദേഹത്തെ എനിക്ക് പേഴ്സണലി പരിചയമുള്ള ഒരു വ്യക്തി കൂടിയാണ്, വളരെ മാന്യമായി സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ പൊളിറ്റിക്കൽ ഐഡിയോളജി എന്ന് പറയുന്നത് അത് ഒരു നാഷണലിസ്റ്റിക് പൊസിഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഒരു റൈറ്റ് ലീനിങ് എന്ന് പറഞ്ഞത്. ഇപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിക്കട്ടെ, ഈ രാജ്യത്ത് ബാൻ ചെയ്യപ്പെട്ട ഒരുപാട് കമ്മ്യൂണിസ്റ്റ് ഓർഗനൈസേഷൻസ് ഉണ്ട്, അതായത് വളരെ എക്സ്ട്രീം ലെഫ്റ്റ് ആയിട്ടുള്ള ഫാർ ലെഫ്റ്റ് ആയിട്ടുള്ള, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റ്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ്, പീപ്പിൾസ് വാർ ഗ്രൂപ്പ്, ഈ പറഞ്ഞ പോലെ മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സെൻറ്റർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ മണിപ്പൂരിലെ KCP പോലുള്ള പാർട്ടികൾ, അവരുടെയൊക്കെ ഐഡിയോളജിയും ഈ സഖാവ് KT കുഞ്ഞിക്കണ്ണൻ്റെ ഐഡിയോളജിയും ഒക്കെ ഏകദേശം സിമിലറാണ്. അപ്പോൾ അവരും സഖാവ് KT കുഞ്ഞിക്കണ്ണനും എല്ലാവരും ഒന്നാണെന്ന് പറയാൻ പറ്റും നമുക്ക്. അപ്പം നിങ്ങൾ എടുക്കുന്ന ഒരു പൊസിഷനാണ് നമുക്ക് ഇവിടെ ലെഫ്റ്റ് എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾ എടുക്കുന്ന പൊസിഷനിൽ ഒരു പക്ഷേ കുറച്ചുകൂടെ സെൻട്രൽ ലെഫ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ എക്സ്ട്രീം ലെഫ്റ്റ് ആയിരിക്കാം. അത് നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. നിങ്ങളൊരു പാർട്ടിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, എല്ലാവരും പാർട്ടിയെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് സംസാരിച്ചില്ലെങ്കിൽ അവർക്ക് ഐഡിയോളജിക്കൽ പൊസിഷൻ ഇല്ല എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയേണ്ടി വരും, സഖാവ് KT കുഞ്ഞിക്കണ്ണനും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റും ഒക്കെ ഒരേ ഗണത്തിൽപ്പെട്ട ആളുകളാണ്. അവർ ബാൻ ചെയ്യപ്പെട്ടു, ഇദ്ദേഹം ബാൻ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് മാത്രം. പിന്നെ ഇവിടെ ഈ ഒരു വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധിയാണ് നമ്മൾ പറഞ്ഞത്. സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു RSSന്റെ ഐഡിയോളജിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള വിധിയായിരുന്നു. അത് സയന്റിഫിക് റിപ്പോർട്ട്സിന്റെ അടിസ്ഥാനത്തിൽ വന്നൊരു വിധിയായിരുന്നു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ എക്സ്കവേഷൻസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു വിധിയായിരുന്നു അത്. അതിൽ കണ്ടെത്തിയ പല കാര്യങ്ങളുണ്ട്. അതായത് നോൺ ഇസ്ലാമിക് സ്ട്രക്ചേഴ്സ് 12ാമത്തെ സെഞ്ചുറി മുതൽക്കുള്ള കാര്യങ്ങൾ അത് ഡെമോളിഷ് ചെയ്യപ്പെട്ടു എന്നും അങ്ങനെയുള്ള ഒരുപാട് ഫൈൻഡിങ്സിനെ ആധാരമാക്കിയിട്ടാണ് ഒരു 5 അംഗ പാനൽ ആ ഒരു വിധി പ്രസ്താവിച്ചത്. അതിനെ പൂർണ്ണമായിട്ടും RSSന്റെ വിധി എന്ന് പറയുമ്പോൾ എത്രത്തോളം നമ്മൾ നമ്മുടെ ഈ രാജ്യത്തെ ഇന്ത്യൻ ജുഡീഷ്യറിയെ തന്നെ എത്ര താഴ്ത്തിക്കെട്ടിയാണ് കാണുന്നത്. അപ്പം അങ്ങനെ ഉള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം നമ്മുടെ ലോ ഓഫ് ദ ലാൻഡ് എന്ത് തന്നെയാണെങ്കിലും അതിനെ നമ്മൾ പാലിക്കുന്നുണ്ട്. കാരണം അതിൽ വളരെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് അവർ ആ ഒരു വിധിയിലേക്ക് എത്തിയത്. അല്ലാതെ ആരെങ്കിലും ഒരു എന്താ പറയുക ഫോഴ്സ് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും
പാർട്ടിയുടെ സ്വാധീനം കൊണ്ടോ അല്ല ആ വിധിയിലേക്ക് എത്തിയത്. അത് സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു വിധിയായിരുന്നു. അപ്പോൾ അതിനെ നമുക്ക് മാനിച്ചേ പറ്റൂ. പിന്നെ ലക്ഷക്കണക്കിനുള്ള ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തുമുള്ള എത്രയോ വിശ്വാസികളുടെ ഒരു 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 എന്താ പറയുക, ഒരു വിശ്വാസ കേന്ദ്രമാണ് ഈ അയോധ്യ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമുക്ക് അത്ര ചെറുതാക്കി ഇവിടെ കേരളത്തിൽ ഇരുന്നു കൊണ്ട് നമുക്കൊരു പക്ഷേ ഈ രാംലല്ല എന്ന് പറഞ്ഞൊരു ഇമോഷൻ ഒരു പക്ഷേ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇന്ത്യൻ ആർമിയിൽ പോലും ഈ രാം രാം സാബ് എന്ന് പറയുന്ന ഒരു ശീലം എത്രയോ വർഷങ്ങളായിട്ടുണ്ട്. അപ്പം രാം എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു വലിയ ഇമോഷനാണ്. പിന്നെ ഇവിടെ നിപേന്ദ്ര മിശ്ര CIA ഏജന്റാണ് എന്നൊക്കെ ഞാൻ കേട്ടു. അദ്ദേഹം ഒരു വളരെ സാത്വികനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഇങ്ങനെയൊന്നും പറയരുത്, കാരണം നിപേന്ദ്ര മിശ്രയ്ക്ക് CIA ആയിട്ട് ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞാൽ കാര്യങ്ങൾ എവിടെ എത്തിപ്പോയി. പിന്നെ നമ്മളിതിലെ ഫാക്ട്സ് പരിശോധിച്ച് തന്നെ പോകണം. ഈ ട്രസ്റ്റ് ഹെഡ് ചെയ്യുന്നത് ഈ ഗോപാൽദാസ് ആണ്, ശരിയാണ്. പക്ഷേ ട്രസ്റ്റിന്റെ ഫൗണ്ടിങ് ട്രസ്റ്റീസിൽ കെ പാരശരൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം അറ്റോർണി ജനറൽ ആയിരുന്നു ഇന്ത്യയുടെ. കോൺഗ്രസ് ഗവൺമെന്റ്സിലൊക്കെ പല കോൺഗ്രസിന്റെ ഗവൺമെന്റുള്ള സമയത്തും അറ്റോർണി ജനറൽ ആയിരുന്നു, ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെ ഒക്കെ സമയത്തുള്ള. ഇതിലുള്ള ആളുകൾ എന്ന് പറഞ്ഞത് സ്പിരിച്വൽ ലീഡേഴ്സ് ആണ് കൂടുതലും. ഇതിൽ ഈ പറഞ്ഞ എന്താ പറയുക, ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടെന്ന് ശരിയാണ്. പക്ഷേ പൊളിറ്റിക്കൽ റെപ്രസെന്റേറ്റീവ്സ് അല്ല, പൊളിറ്റിക്കൽ എന്താ പറയുക, പൊളിറ്റിക്കൽ ലീനിങ് ഉള്ള ആളുകളുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത് കൂടുതലും സ്പിരിച്വൽ ലീഡേഴ്സും അല്ലെങ്കിൽ മറ്റ് ആളുകളൊക്കെ ഇതിലുണ്ട്. ഇതിൽ ഈ പറഞ്ഞ പോലെ ഈ സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റ് റെപ്രസെന്റ് ചെയ്തുകൊണ്ട് സീനിയർ IAS ഓഫീസേഴ്സ് വരെ ഉണ്ട്. പക്ഷെ അവരൊക്കെ എക്സ് ഒഫീഷ്യോ ആണ്, അവർക്ക് ഇതിൽ വോട്ടിംഗ് റൈറ്റ്സ് ഇല്ല. അങ്ങനത്തെ ഒരു എന്താ പറയുക, എക്സ് ഒഫീഷ്യോ പൊസിഷൻസ് ആണ് അവർക്കൊക്കെ തന്നെ. നമ്മൾ അങ്ങനെയുള്ള ഒരു ട്രസ്റ്റിന്റെ വിഷയമാണ് ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ എവിടെ നിന്നാണ് നരേന്ദ്രമോദി വരുന്നത്, അതിൽ എവിടെ നിന്നാണ് RSS വരുന്നത്, അതിൽ എവിടെ നിന്നാണ് BJP വരുന്നത്. ട്രസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമുക്ക് ട്രസ്റ്റിനെ പോയിന്റ് ഔട്ട് ചെയ്യാം. ട്രസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ട്രസ്റ്റ് മറുപടി പറയണം. അതിൽ BJP ഇതിൽ മറുപടി പറയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് BJPയുടെ ചോയ്സ് ആയിട്ട് കാണാം. കാരണം BJP കരിവാരി തേക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്, പൊളിറ്റിക്കലി കരിവാരി തേക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. പക്ഷേ BJP എന്താ പറയുക, BJP അപ്പിയർ ആവുന്നുണ്ട് കേട്ടോ, നാഷണൽ ടെലിവിഷനിലൊക്കെ ഒരുപാട് അപ്പിയർ ആവുന്നുണ്ട്. പക്ഷേ ഇവിടെ BJP ആണ് ഇവിടെ എന്തോ വലിയ കൊള്ള നടത്തിയത് എന്ന രീതിയിലാണ് നമ്മൾ ഈ വിഷയം ഡിസ്കസ് ചെയ്തുകൊണ്ട് പോകുന്നത്. പക്ഷെ നേരെ മറിച്ച് ശബരിമല വിഷയം നോക്കൂ. ശബരിമല വിഷയം വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ആളുകൾ ഇത്രയും നേരം സംസാരിച്ച ആരെങ്കിലും അതിൽ ഈ ലെഫ്റ്റ് ഗവൺമെന്റിനെ നമുക്ക് എന്താ പറയുക പ്രതിക്കൂട്ടിൽ നിർത്തണം, അല്ലെങ്കിൽ അന്ന് ഭരിച്ചിരുന്ന ആളുകളെ ഒക്കെ തന്നെ നമുക്ക് പ്രതിക്കൂട്ടിൽ നിർത്തണം, അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിർത്തണം എന്ന് പറയുന്നുണ്ടോ? ഇവിടെ കുറച്ച് ശബരിമല വിഷയം വന്നപ്പോൾ കുറച്ച് സ്കേപ്പ് ഗോഡ്സിന് കിട്ടി. ഈ പറഞ്ഞ പോലെ ഈ പുറത്തേക്ക് വന്ന പ്രശാന്ത് ആണെങ്കിൽ, അല്ലെങ്കിൽ ഏത് PS പ്രശാന്ത്, അങ്ങനെയുള്ള പേരുകളൊക്കെ പുറത്തേക്ക് വന്നു. പക്ഷെ അതിന്റെ തലപ്പത്തിരിക്കുന്ന കൊള്ളക്കാരൻ ഒരു പക്ഷേ ഈ ചർച്ചയൊക്കെ കണ്ട് ചിരിക്കുന്നുണ്ടാവും. കാരണം അദ്ദേഹത്തിലേക്കൊന്നും നമുക്ക് ഒരിക്കലും എത്താൻ പറ്റില്ല. നേരെ മറിച്ച് ഇവിടെ നമുക്ക് കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വിഷയം വന്ന സമയം തൊട്ട് തന്നെ ഇതുമായിട്ട് വളരെ സ്വിഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലരും അറസ്റ്റ് ചെയ്യപ്പെടുന്നതും. ഒരു പക്ഷേ ഇതിലെ മുകളിൽ നിന്ന് ഇരിക്കുന്ന ആരെങ്കിലും ഇതിൽ ഇൻവോൾവ് ആണെങ്കിൽ അവർ പോലും അറസ്റ്റ് ചെയ്യപ്പെടും, അവരെ പോലും നമ്മൾ ജസ്റ്റിസിന് മുന്നിലേക്ക് കൊണ്ടുവരും എന്ന ഒരു ധൈര്യം ഇന്ന് ഇന്ത്യക്ക് ഈ വിഷയത്തിലുണ്ട്. അത് UP ഗവൺമെന്റ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും അത് കൊടുക്കുന്നുണ്ട്. കെ.ടി. കുഞ്ഞിക്കണ്ണൻ, ഇന്ത്യക്ക് ഒരു ധൈര്യമുണ്ട്. ആരാണ് തെറ്റ് ചെയ്തവർ അവരെയൊക്കെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും എന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇപ്പോൾ ഏറ്റവും അവസാനം മിഥുൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. താങ്കൾ പ്രതികരിക്കേണ്ട ഒരു ഘട്ടമാണ് ഇപ്പോൾ. ഇത് ഒരു ആരോപണം വന്നു, അതിൽ നടപടികൾ ഉണ്ടാവുന്നു എന്ന മട്ടിൽ കണ്ട് അവസാനിപ്പിക്കേണ്ടതാണോ? രാംലല്ലയ്ക്ക് ഇന്ത്യയാകെ ബഹുമാനിക്കുന്ന ഒരു പദവിയുണ്ടെങ്കിൽ ആ രാംലല്ലയെ അപമാനിച്ചത് ആരാണ്? അവർ ശിക്ഷിക്കേണ്ടേ? ഒപ്പം തന്നെ ശബരിമലയിൽ നടന്ന കാര്യങ്ങളിൽ അത് ചെറിയ കുറ്റകൃത്യമാണ്, ഇത് വലിയ കുറ്റകൃത്യമാണ് എന്ന മട്ടിൽ നമ്മൾ ചർച്ച ചെയ്തു പോകുന്നതാണോ ശരി? അയോധ്യയിൽ അമ്പലം വിഴുങ്ങികൾ എന്നതാണ് ഈ ചർച്ചയുടെ തന്നെ ശീർഷകമായി ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. ശബരിമലയിൽ അമ്പലം തൊട്ടുനക്കികളേ ഉള്ളൂ എന്ന് ഞങ്ങൾക്കൊരു വാദമില്ല. താങ്കൾക്ക് ഇതിലെല്ലാം ഉള്ള പ്രതികരണം താങ്കൾക്ക് പറയാം. കെ.ടി. കുഞ്ഞിക്കണ്ണൻ. ഒന്നാമത്തെ പ്രശ്നം, മിഥുൻ എല്ലാ വിഷയങ്ങളെയും എന്താണ് സിംപ്ലിഫൈ ചെയ്യുകയാണ്, ലഘൂകരിക്കുകയാണ്. ആ ലഘൂകരണം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്, ജനങ്ങൾക്ക്, നമ്മുടെ നീതിന്യായ വ്യവസ്ഥക്ക് ഒരിക്കലും മാപ്പ് കൊടുക്കാനാവാത്ത ഈ അയോധ്യയിലെ ഈ ക്ഷേത്ര കവർച്ചയിൽ, ഈ കാണിക്ക കവർച്ചയിൽ പങ്കുള്ള ആളുകളെ എങ്ങനെയെങ്കിലും കുറ്റമുക്തരാക്കുക. SITയുടെ മുമ്പിൽ ചമ്പത് റായിക്ക് ബന്ധമുണ്ട് എന്നുള്ള കാര്യം ഈ അന്വേഷണം തുടങ്ങിയ ആ സമയത്ത് തന്നെ വന്ന കാര്യമാണ്. ചമ്പത് റായിയുടെ ഡ്രൈവറാണ് ടിന്നു യാദവ്. ഈ കേസ് ഫോളോ ചെയ്യുന്ന ആളായിരിക്കുമല്ലോ മിഥുൻ അറിയാമല്ലോ. ടിന്നു യാദവ് ആരാണ്? ഒരു ഡ്രൈവർ എന്ന നിലക്ക് അദ്ദേഹത്തെ അവിടെ കാണിക്കേണ്ടുന്ന ആളാക്കി അദ്ദേഹം വഴി വലിയ രീതിയിലുള്ള പണം
കവർച്ച ചെയ്തു. ആ പണം റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിച്ചു. ഇങ്ങനെ കോടികളുടെ സമ്പത്ത്, കൊട്ടാര സദൃശമായ വീടുകൾ, വലിയ ലേവിഷായിട്ടുള്ള ആഡംബരപൂർണ്ണമായ ജീവിതം, ഇതൊക്കെ ടിന്നു യാദവിന് സാധ്യമായിട്ടുണ്ടെങ്കിൽ ചമ്പത് റായ് ആരാണ്? ഈ കൊള്ള അതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും സ്വന്തമാക്കുകയും അതിൻ്റെ ഒരു ഭാഗം മാത്രം തൻ്റെ ഡ്രൈവർക്ക് നൽകുകയും ചെയ്ത ഒരു കവർച്ചക്കാരനല്ലേ? ഒരു കവർച്ചക്കാരനെ SIT ഇപ്പോൾ ഇട്ടിട്ട FIRൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ടോ? നിയമപരമായി നോക്കുമ്പോൾ അദ്ദേഹത്തെ നമുക്ക് കുറ്റപ്പെടുത്താനാവുമോ എന്നൊക്കെയുള്ള ലളിതയുദ്ധിയിൽ നിന്നുള്ള വളരെ സിമ്പിളായ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ചമ്പത് റായിയെ നിയമിച്ച നരേന്ദ്രമോദിയെ രക്ഷിക്കാനാണ്. ആരാ നരേന്ദ്രമോദി? നരേന്ദ്രമോദിയാണ് ഈ ട്രസ്റ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ചമ്പത് റായി അതിൻ്റെ ജനറൽ സെക്രട്ടറി ആകുന്നത്, അനിൽ മിശ്രയെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്, കർണാടകയിലുള്ള മിസ്റ്റർ ഗോപാൽ റാവുവിനെ ഈ ട്രസ്റ്റിലേക്ക് കൊണ്ടുവരുന്നത്, അതൊക്കെ സംഘപരിവാറിൻ്റെ കൃത്യമായ ഒരു അജണ്ടയനുസരിച്ച് നരേന്ദ്രമോദിയുടെ കൂടി സമ്മതവും അഭീഷ്ടവുമുള്ള കാര്യങ്ങളാണ്. ഇത് സംബന്ധമായി ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും ഈ നമ്മൾ അറിയേണ്ടത്, ഈ അയോധ്യ ട്രസ്റ്റിൽ ഗോരഖ്പൂർനാഥ് മഠത്തിൻ്റെ ഒരു പ്രതിനിധിയില്ലല്ലോ. UP മുഖ്യമന്ത്രിയായ മിസ്റ്റർ യോഗി ആദിത്യനാഥ് പ്രതിനിധീകരിക്കുന്ന മണ്ഡലമല്ലേ ഗോരഖ്നാഥ് മഠം. ആ മഠത്തിൻ്റെ ഒരു പ്രതിനിധിയില്ല. അപ്പോൾ എന്താണ്, കൃത്യമായിട്ട് ഡൽഹിയിൽ നിന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്ത, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത, ഡൽഹിയും നാഗപ്പൂരും ഇടപെട്ടുകൊണ്ട് ഉണ്ടാക്കിയ ഒരു ട്രസ്റ്റാണ്. ആ ട്രസ്റ്റ് എന്താണ് ഈ ദിവസങ്ങളിൽ ചെയ്തത്? ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. ആ വിവരങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ ചരിത്രത്തിൽ ബാബറി മസ്ജിദ് തകർത്ത് രാമക്ഷേത്രം ഉണ്ടാക്കി എന്നത് അനീതികരമായ ഒരു കാര്യമാണ്. ഇന്ത്യൻ ജനതയുടെ സാമൂഹ്യാശയങ്ങളിലും ചരിത്രഭാവനകളിലും അവരുടെ ദൈവസങ്കല്പങ്ങളിലുമൊക്കെ രാമന് വലിയ സ്വാധീനമുണ്ട്. അത് കണ്ടെത്തിയ ഒരാളാണ് നമ്മുടെ മഹാത്മാവ് ഗാന്ധിജി. അയാളെ കൊന്ന ആളാണ് RSSകാർ എന്ന് പറയുന്നത്. ആ രാമനെ രാഷ്ട്രീയ രാമനാക്കിയത്, ആ രാമനെ ചരിത്രപുരുഷനാക്കിയത്, ആ രാമനെ മുസ്ലിം വിരുദ്ധനാക്കിയത്, ആ രാമന് വേണ്ടി മുസ്ലിങ്ങൾ 400 ചില കാലം വർഷക്കാലം തലമുറകളായി നിസ്കരിച്ചു പോന്ന പള്ളിയാണ് അയോധ്യയിലെ പള്ളി എന്ന് പറയുന്നത്. ആ പള്ളി തകർക്കുകയാണ് നിങ്ങൾ ചെയ്തത്. എന്നിട്ട് ഇപ്പോൾ എന്താ പറയുന്നത്? രഞ്ജൻ ഗൊഗോയിയുടെ വിധി നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ആ വിധിയിൽ എന്താ പറഞ്ഞത്? ആ വിധിയിൽ ആർക്കിയോളജി വകുപ്പിൻ്റെ ഒരു എക്സ്കവേഷൻ റിപ്പോർട്ടുകളും ആ വിധി ഉദ്ധരിച്ചിട്ടില്ല. ആ വിധി എന്താ പറഞ്ഞത്? രേഖാപരമായി ഇത് 2010 അലഹബാദ് ഹൈക്കോടതിയുടെ വിധിയുടെ മുകളിലുള്ള അപ്പീലാണ്. രേഖാപരമായി ഇത് മുസ്ലിം വഖഫ് ബോർഡിൻ്റെ ഉടമസ്ഥയിലുള്ളതാണ്. ഇതിൽ രാമല്ലക്കോ അല്ലെങ്കിൽ അഗാഡക്കോ ഇതിൽ യാതൊരു ഉടമസ്ഥയില്ല. രേഖാപരമായിട്ട് തെളിവുകളല്ലേ, രേഖകളല്ലേ, വസ്തുതകളല്ലേ ഒരു കോടതിയുടെ മുമ്പിൽ സ്വീകരിക്കപ്പെടേണ്ടത്? വസ്തുതകൾക്ക് പകരം വിശ്വാസപരമായ അവിടെയാണ് രാമൻ ജനിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഈ വിധിയെ പരിശോധിച്ചുകൊണ്ട് ഇന്ത്യയുടെ വിഖ്യാതയായ ചരിത്രകാരി റൊമിള തപ്പർ പറഞ്ഞത് നമ്മുടെ ചരിത്രത്തെ തന്നെ റദ്ദു ചെയ്ത വിധി എന്നാണ്. അപ്പോൾ അദ്ദേഹം രഞ്ജൻ ഗൊഗോയി മഹാനാണെന്നാണ്, അദ്ദേഹം നമ്മുടെ ജുഡീഷ്യറിയിൽ തന്നെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന ഒരു ആരോപണമാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെയാണല്ലോ ഇവിടെ മിഥുൻ പറഞ്ഞത്. രഞ്ജൻ ഗൊഗോയി ഈ വിധി പ്രസ്താവന നടത്തിയതിൻ്റെ അന്ന് രാത്രി അദ്ദേഹത്തിന് ഡൽഹിയിൽ ആരാണ് വിരുന്നൊരുക്കിയത് എന്ന് മാത്രമല്ല, ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും അദ്ദേഹം രാജ്യസഭയിലേക്ക് എങ്ങനെയാണ് ഒരു രാജ്യസഭാ അംഗമായിട്ട്, പാർലമെൻ്റ് അംഗമായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെടുത്തത്? ഇതെല്ലാം നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടതല്ലേ. വളരെ കുറ്റകരമാണ്, അധാർമികമാണ്, അനീതികരമാണ്. ഇപ്പോൾ അയോധ്യയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം തന്നെ, ആ രാമക്ഷേത്രം നിർമ്മിച്ച ആളുകൾ, അതിന് നേതൃത്വം കൊടുത്ത ആളുകൾ, അവരാണ് ഈ രാമജന്മഭൂമി തീർത്ഥ ട്രസ്റ്റിൻ്റെ ആളുകൾ. അവരാണ് ഈ കൊള്ള നടത്തിയിരിക്കുന്നത്. അവരാണ് വിശ്വാസികളുടെ, ഭക്തരുടെ, അവരുടെ രാമന് വേണ്ടിയുള്ള സമർപ്പണമാണ്. അങ്ങനെയുള്ള സമർപ്പണ പണത്തെ, സമർപ്പണ സ്വർണത്തെ, സ്വർണ്ണക്കട്ടികളെ രാമചാരിത മനസ്സം പോലും എന്താണ് അവിടെ നിന്ന് തട്ടിയെടുത്ത് കൊണ്ടുപോയി വിൽക്കുകയാണ് വലിയ രീതിയിൽ. അവിടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ, ആ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ അനിൽ മിശ്രക്ക് പങ്കില്ലേ? ചമ്പത് റായിക്ക് അറിവില്ലേ? ചമ്പത് റായിയുടെ ഡ്രൈവറല്ലേ ഈ കാര്യങ്ങളിൽ മുൻകൈ എടുക്കുന്ന ആളുകൾ? ഡൽഹിയിലും ബോംബെയിലും ഒക്കെയുള്ള വൻകിട കുത്തകകൾ, റിസോർട്ട്, ഹോട്ടൽ നിർമ്മാണ കുത്തകകൾ, ഇവിടെ ഒരു പിൽഗ്രിമേജ് ടൂറിസം ഏരിയ ആയിട്ട് വികസിപ്പിക്കാൻ ഇറങ്ങി വന്നിരിക്കുന്ന മുതലാളിമാർ, ഇവരും എല്ലാമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ പണത്തട്ടിപ്പിൻ്റെ, വലിയ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൻ്റെ കഥയാണ് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ വരുന്നത്. അതുകൊണ്ട് ഇത് രാമക്ഷേത്രത്തിൻ്റെ പേരിൽ നടത്തിയ വലിയൊരു കൊള്ളയാണ്.
ഇപ്പോൾ നമ്മളെല്ലാവരും കാണേണ്ട ഒരു പ്രശ്നം, ഇപ്പോൾ നരേന്ദ്രമോദിയെ ന്യായീകരിക്കാൻ വേണ്ടിയാണ് മിഥുൻ ഇപ്പോൾ ഇവിടെ നിഷ്പക്ഷ വേഷം ഇട്ടിരിക്കുന്നത്. അദ്ദേഹം ചോദിക്കുന്നത് ഈ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടികളും മാവോയിസ്റ്റുകളും ഒക്കെ ഒരേ ഐഡിയോളജി അല്ലേ എന്ന്. അല്ല, മാർക്സിസം പറഞ്ഞുകൊണ്ട് തന്നെ ഒരാൾക്ക് അതിനെതിരായിട്ട് പ്രവർത്തിക്കാൻ പറ്റും. അതിൻ്റെ തീവ്രമായ അങ്ങേയറ്റ എക്സ്ട്രീമായ പ്രയോഗങ്ങളിലൂടെ മാർക്സത്തിൻ്റെ എന്താണ് അതിൻ്റെ ഒരു ദാർശനിക സത്തയെ തന്നെ നിഷേധിക്കുന്ന രീതിയിൽ, അതിൻ്റെ ഒരു വിപ്ലവകരമായ ഉള്ളടക്കത്തെ തന്നെ നിഷേധിക്കുന്ന രീതിയിൽ സംഘടനകൾക്കും വ്യക്തികൾക്കും പ്രവർത്തിക്കാം. ഞങ്ങൾക്കിടയിൽ അങ്ങനെയുള്ള ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രത്യയശാസ്ത്ര വ്യത്യാസത്തിൻ്റെ പ്രശ്നമല്ല, ഭിന്നതയുടെ പ്രശ്നമല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ത്യൻ റൈറ്റ് വിങ്ങിൻ്റെ അദ്ദേഹം പറഞ്ഞല്ലോ, നാഷണാലിറ്റിയെക്കുറിച്ച് പറഞ്ഞല്ലോ, ദേശീയതയെക്കുറിച്ച് പറഞ്ഞല്ലോ, ബിഹേവിയർ നാഷണലിസത്തെക്കുറിച്ചൊക്കെയുള്ള പുതിയ വ്യാഖ്യാനങ്ങളും പ്രഖ്യാപനങ്ങളൊക്കെ ആയിട്ട് നരേന്ദ്രമോദി എന്താണ് ഈ രാജ്യത്തെ ജനങ്ങളെ പട്ടിണിക്കിടുന്ന നയങ്ങളെ, ഈ രാജ്യത്തെ ജനങ്ങളെ വിലക്കയറ്റത്തിൻ്റെ എരുത്തിയിലേക്ക് എടുത്തെറിയുന്ന നയങ്ങളെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. നരേന്ദ്രമോദിയാണ് നാഷണലിസത്തിൻ്റെ പ്രതീകമെങ്കിൽ മിഥുൻ ഉത്തരം പറയണം. നരേന്ദ്രമോദിക്ക് പങ്കില്ലേ അയോധ്യയിൽ ഈ ട്രസ്റ്റ് രൂപീകരിക്കുന്നതിൽ? ഇപ്പോൾ അദ്ദേഹം അഭിപ്രായം പറയാതിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളെ ട്വിസ്റ്റ് ചെയ്യാതിരിക്കാനാണ്, മറ്റൊരു വഴിക്ക് പോകാതിരിക്കാനാണ്, ഒരു രാഷ്ട്രീയ അബദ്ധം പറ്റാതിരിക്കാനാണെന്ന് പറയാൻ ആണല്ലോ നിങ്ങളുടെ വാദം. നിങ്ങൾ മനസ്സിലാക്കിയത് ഒരു ജനാധിപത്യ വ്യവസ്ഥയാണ്. തെരഞ്ഞെടുക്കപ്പെട്ട MP-മാർ ചേർന്ന് പ്രധാനമന്ത്രിയാക്കിയ ആളാണ്. നിങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ എല്ലാ കാലത്തും നിങ്ങൾ വിഷയമാക്കിയത് എന്താണ്? അയോധ്യയാണ്, രാമജന്മഭൂമിയാണ്, രാമക്ഷേത്രമാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ നേട്ടമാക്കി നിങ്ങൾ അവതരിപ്പിച്ചത് എന്താണ്? അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണമാണ്. അങ്ങനെ വരുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങളോട് ജനാധിപത്യത്തിൻ്റെ ഭാഷയും ജനാധിപത്യത്തിൻ്റെ ശീലവും കീഴ്വഴക്കങ്ങളും ഉള്ള ഒരു പ്രധാനമന്ത്രിക്ക് തീർച്ചയായിട്ടും ജനങ്ങളോട് ഉത്തരം പറയണം. എന്താണ് അയോധ്യയിൽ സംഭവിച്ചത്? അതിൽ ഗവൺമെൻറ്റിൻ്റെ നിലപാട് എന്താണെന്ന് ഈ രാജ്യത്തെ കോടാനുകോടി ജനങ്ങളോട് പറയണം. ഹിന്ദു വിശ്വാസികളോട് പറയണം, ഭക്തരായ ജനങ്ങളോട് പറയണം. അതിലെല്ലാം അപ്പുറത്തെന്താണ്? ഈ രാജ്യത്ത് മുസ്ലിങ്ങളെ അങ്ങേയറ്റം അപരവൽക്കരിച്ച് അവരെ അങ്ങേയറ്റം ദേശവിരുദ്ധരായി ചിത്രീകരിച്ച ഒരു ക്യാമ്പയിൻ കൂടി രാമജന്മഭൂമി മസ്ജിദ് പ്രശ്നത്തിൻ്റെ പേരിലുള്ള വർഗീയവൽക്കരണത്തിൽ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു മുസ്ലിം അപരവൽക്കരണം, മുസ്ലിങ്ങൾ അന്യരായിട്ട്, മുസ്ലിങ്ങളെ ദേശവിരുദ്ധരായി ചിത്രീകരിക്കുന്ന ഒരു ക്യാമ്പയിൻ. രാമൻ നിങ്ങൾക്കാരായിരുന്നു? ഇതിഹാസത്തിലെ ഇന്ത്യക്കാരുടെ മനസ്സിലേക്ക് ഇറങ്ങി വന്ന ഒരു ദൈവമായിട്ടല്ലോ നിങ്ങൾ അവതരിപ്പിച്ചത്, ഒരു ദേശീയ പുരുഷനായിട്ടാണ്. ബാബർ നിങ്ങൾ അവതരിപ്പിച്ചത് എങ്ങനെയാണ്? വിദേശാക്രമിയായിട്ടാണ്. ഇങ്ങനെയൊക്കെയുള്ള ദ്വന്ദ്വങ്ങൾ സൃഷ്ടിച്ച് നിങ്ങൾ ഈ രാജ്യത്തെ വർഗീയവൽക്കരിച്ചിട്ടുണ്ട്, മുസ്ലിങ്ങളെ അപരവൽക്കരിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ജനങ്ങളെ അങ്ങേയറ്റം വഞ്ചിക്കുന്ന തരത്തിലുള്ള ഒരു ക്യാമ്പയിനും അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ അയോധ്യയിൽ നടന്നിട്ടുള്ള ഈ അമ്പലക്കൊള്ള. ഇത് അമ്പലം വിഴുങ്ങൽ മാത്രമല്ല, രാജ്യത്തിൻ്റെ ചരിത്രത്തിനെ റദ്ദ് ചെയ്ത് പാവപ്പെട്ട ആളുകളുടെ വിശ്വാസത്തെയും ഭക്തിയൊക്കെ സ്വന്തം കീശയിലേക്ക് പണമുണ്ടാക്കാനുള്ള ഏർപ്പാടാക്കി മാറ്റുന്ന ശുദ്ധ തട്ടിപ്പാണ്. ഈ തട്ടിപ്പിന് നമ്മുടെ രാജ്യത്തിൻ്റെ ക്രിമിനൽ നിയമം അനുസരിച്ച് നമ്മുടെ ഭരണഘടന ക്ഷേത്ര സ്വത്തുക്കൾ, ക്ഷേത്രത്തിൻ്റെ സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് കൃത്യമായ വ്യവസ്ഥയുണ്ട്. ക്ഷേത്രം ഭരിക്കുന്ന ആളുകൾക്ക് ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതല്ല. RSSൻ്റെ കാലാകാലമായിട്ടുള്ള വാദം എന്താണ്? ക്ഷേത്രങ്ങൾ നടത്തേണ്ടത് വിശ്വാസികളാണ്. ഈ കേരളത്തിൽ പോലും 94 BJPക്ക് അസംബ്ലിയിൽ അംഗമില്ലാത്ത കാലത്ത് പോലും K. കരുണാകരൻ എന്താണ് 1994 ദേവസ്വം നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ക്ഷേത്രങ്ങൾ വിശ്വാസികൾ ആണ് ക്ഷേത്രങ്ങൾ ഭരിക്കേണ്ടത്, ദേവസ്വങ്ങളുടെ ഭാരവാഹിത്വത്തിലേക്ക് വരേണ്ടത് വിശ്വാസികൾ മാത്രമാണ് എന്ന ഭേദഗതി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ വിശ്വാസികളുടെ ഭക്തരുടെ മറവിൽ എന്താണ് ഇത്തരത്തിലുള്ള യാതൊരു വ്യക്തിയും യാതൊരു ദൈവികമായ പ്രതിബദ്ധതയും ദൈവികമായ സമർപ്പണവുമില്ലാത്ത ഇത്തരത്തിലുള്ള ഈ പണം എങ്ങനെയെങ്കിലും ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുന്ന കുറ്റവാളികളായ ആളുകളാണ് നമ്മുടെ നാട്ടിൽ അഴിഞ്ഞാടുന്നത്. അവർക്കെല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയാണ് RSS ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒറ്റ കാര്യം കൂടി, ഇപ്പോൾ മിസ്റ്റർ ദത്താത്രേയ ഹോസ്പിറ്റൽ അദ്ദേഹമാണല്ലോ ഈ RSSൻ്റെ ജനറൽ സെക്രട്ടറി. അദ്ദേഹം എന്താ ഏറ്റവും ഒടുവിൽ പറഞ്ഞത്? ഇത് വിട്ടേക്കാനാണ്. എന്നിട്ട് എന്താണ്? ഭക്തിയും വിശ്വാസവും ശക്തിപ്പെടുത്തും എന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ് നിങ്ങൾ ഭക്തിയും വിശ്വാസവും ശക്തിപ്പെടുത്താൻ പോകുന്നത്? അമ്പലങ്ങൾ ഉണ്ടാക്കി, ഇത് കഴിഞ്ഞ് കാശിനാഥിലേക്ക് നിങ്ങൾ പോകും, ഇത് കഴിഞ്ഞ് മധുരയിലേക്ക് നിങ്ങൾ പോകും, രാജ്യത്താകെയുള്ള ക്ഷേത്രങ്ങൾ തർക്കഭൂമിയാക്കി അതൊക്കെ തന്നെ പിടിച്ചെടുക്കും. അവിടെയെല്ലാം ഇങ്ങനെ തീർത്ഥാടന കേന്ദ്രങ്ങളാക്കി പണമുണ്ടാക്കാനുള്ള ധനസമ്പാദനത്തിനുള്ള ഒരു മാഫിയ പ്രവർത്തനമാണ്. ഇതിന് രാമനുമായിട്ടോ ദൈവവിശ്വാസവുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. ഇതൊരു മാഫിയ ക്രിമിനൽ പ്രവർത്തനമാണ്. സാജൻ, ഞാൻ താങ്കളിലേക്ക് വരുന്നു. ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിച്ച ഒരു കീഴ്മേൽ മറിച്ചിലാണ് എന്നൊരു നിരീക്ഷണം ഞങ്ങൾ ചർച്ചയ്ക്ക് ആമുഖമായി തന്നെ പറഞ്ഞിരുന്നു. അതായത് 1980കളുടെ മധ്യത്തിൽ തുടങ്ങിയ അയോധ്യ പ്രസ്ഥാനം
അതാണ് ഇപ്പോൾ കണ്ണൻ പരാമർശിച്ചത്. രാമൻ എന്ന് പറയുന്ന ദേവനെ രാഷ്ട്രീയ രാമനാക്കി മാറ്റി. ആ രാമനെ വർഗീയതയ്ക്ക് വേണ്ടി, മതസ്പർദ്ധയ്ക്ക് വേണ്ടി, കലാപങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. അതും കഴിഞ്ഞ് അതേ രാമനെ മുൻനിർത്തി ഇപ്പോൾ കൊള്ള നടത്തുന്നു എന്ന തരത്തിലുള്ള ഒരു ഘട്ടത്തിലേക്ക് 80കളുടെ മധ്യം മുതൽ കണ്ട ആ രാഷ്ട്രീയം എത്തി നിൽക്കുന്നു. ഇപ്പോൾ രാഷ്ട്രീയ ഇന്ത്യക്ക് ഇത് തിരിഞ്ഞു നോക്കാനുള്ള സമയമാണ്, വീണ്ടും വിലയിരുത്താനുള്ള ഒരു സമയമാണ്. അങ്ങനെ ഈ കൊള്ള കണ്ടെത്തലും, ബാബറി മസ്ജിദിൻ്റെ കാര്യം പറഞ്ഞതുപോലെ കൊള്ള കണ്ടെത്തലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു സുപ്രധാന സംഭവമാണ് എന്ന നിരീക്ഷണത്തിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? അതെ, വിശ്വാസത്തിൻ്റെ പേരിൽ ഇവിടെ നടമാടുന്നത് പലരും വിശ്വാസികളല്ല, വിഷ ജന്തുക്കളാണ് എന്ന ഒരു പരാമർശത്തിന് പ്രസക്തിയുണ്ടോ? അതെ, NBC ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയത് അവിടെ അതാണ് കാര്യം. ഇതിപ്പോൾ നമുക്കറിയാം, ഈ 1980കളിൽ ടെലിവിഷനിൽ രാമായണം സീരിയലും മഹാഭാരതവും ഒക്കെ സംപ്രേഷണം ചെയ്യുകയും അതിൻ്റെ തുടർച്ചയായിട്ട് ഇതിലെ കഥാപാത്രങ്ങൾ തന്നെ പിന്നീട് BJPയുടെയൊക്കെ MPമാരായിട്ട് വരികയും അതിൻ്റെ തുടർച്ചയായിട്ട് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെയൊക്കെ പശ്ചാത്തലവും അതിനെ തുടർന്ന് രാമജന്മഭൂമി പ്രസ്ഥാനവും രഥയാത്രകളും അതിനെ തുടർന്ന് BJPയുടെ വളർച്ചയെല്ലാം നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിൻ്റെ എല്ലാം ഒരു സൃഷ്ടി എന്ന പരിണത ഫലം എന്ന രീതിയിലാണ് രാമക്ഷേത്ര നിർമ്മാണത്തിലേക്ക് പോയത്. ഇപ്പോൾ ഇത് കീഴ്മേൽ മറിച്ചിൽ എന്നുള്ള ആ ഒരു നിരീക്ഷണം തീർച്ചയായും ശരിയാണ്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ വിശ്വാസികളുടെ വികാരം ചൂഷണം ചെയ്താണ് BJP അവരുടെ രാഷ്ട്രീയ ആരോഹണം നടത്തിയത്. ഇത് പക്ഷേ അവരുടെ മുഴുവൻ വിശ്വാസങ്ങളെ വഞ്ചിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നടന്ന ഈ കൊള്ള. ഇത് കേവലം ഏതാനും ജീവനക്കാരോ താഴെ തട്ടിലുള്ള ആളുകളോ നടത്തിയതൊന്നുമല്ല. നമുക്ക് രാമക്ഷേത്രം കൃത്യമായിട്ട് നമുക്ക് അറിയാവുന്നതാണ്. ഈച്ച കടക്കാത്ത സുരക്ഷ എന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് അവിടെ ഉള്ളത്. ഇന്ത്യ മുഴുവൻ ആയിരക്കണക്കിന് സൈനികരെയാണ് ആ മേഖലയിൽ നിയോജിച്ചിട്ടുള്ളത്, സുരക്ഷാ സേനയെല്ലാം. അവിടുന്ന് ഈ ജീവനക്കാർക്ക് ഈ ഇത്രയും കറൻസിയും സ്വർണവും വെള്ളിയും അടക്കമുള്ള സാമഗ്രികൾ പുറത്തു കൊണ്ടുപോകാൻ ഇടയായത് എങ്ങനെയാണെന്നുള്ളത് അത് ആർക്കും സങ്കല്പിക്കാൻ പോലും കഴിയുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് ട്രസ്റ്റ് അംഗങ്ങൾക്കൊന്നും പങ്കില്ല, വളരെ സാത്വികരായ ആത്മീയ പുരുഷന്മാരാണ് ട്രസ്റ്റിലുള്ളത് എന്നൊക്കെയുള്ള വാദമൊന്നും വില പോകുന്നതല്ല. രണ്ട് കാര്യമാണ്. ഒന്ന്, BJP അവരുടെ ഏറ്റവും വലിയ ഒരു നേട്ടമായി അവകാശപ്പെട്ടതാണ് രാമജന്മക്ഷേത്രവും ഇതിൻ്റെ ട്രസ്റ്റും ഇതിൻ്റെ രൂപീകരണവും എല്ലാം. പ്രധാനമന്ത്രി എന്നെ നേരിട്ട് തിരഞ്ഞു പിടിച്ചാണ് ആളുകളെ നിയമിച്ചത്. അപ്പോൾ അവരൊക്കെ തീരെ ഇങ്ങനെ ഒരു ഈ ജീവനക്കാരെ നിയന്ത്രിക്കാനോ അവരെ നിരീക്ഷിക്കാനോ കഴിവില്ലാത്ത ആളുകളാണെന്ന് പറയുന്നത് സ്വയം പരാജയം സമ്മതിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അത് ഒരു വശം. രണ്ടാമത്, ഈ വളരെ കാലമായി നടന്ന ഒരു സംഭവമാണ് ഇത്. ഈ നേരത്തെ ശ്രീ കുഞ്ഞിക്കണ്ണനെല്ലാം സൂചിപ്പിച്ചതുപോലെ ഈ ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന, ഞാനും നേരത്തെ പറഞ്ഞിരുന്നു, വളരെ ദരിദ്രരായ ചെറുപ്പക്കാരാണ് പെട്ടെന്ന് സമ്പന്നരായത്. ഇതൊന്നും ആരും കാണുന്നില്ലേ? അപ്പോൾ ഇതൊക്കെ അതുകൊണ്ട് ഇത് RSSൻ്റെ എന്ന് മാത്രമല്ല, അതിനുശേഷം ഇപ്പോൾ ബദരീനാഥ്, കേദാർനാഥ് ക്ഷേത്രങ്ങളിലെ കൊള്ളയെപ്പറ്റി ആരോപണം വരികയും അതിൻ്റെ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വിശ്വാസം എന്ന് പറയുന്നത്, ഈ ക്ഷേത്രങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് വിശ്വാസികളെ ചൂഷണം ചെയ്യാനും അവരെ വഞ്ചിക്കാനുമുള്ള ഒരു അവസരമായി കരുതുന്ന ആ ഒരു പ്രവണത, അത് തീർച്ചയായും ഇതെല്ലാം സംഘപരിവാരമായിട്ട് ബന്ധപ്പെട്ട ശക്തികൾ തന്നെയാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. അപ്പോൾ BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അടിത്തറയായ സംഘപരിവാറിനും RSSനും ഇത് രാഷ്ട്രീയമായി വളരെ അവരുടെ ഒരു പടിയിറക്കത്തിൻ്റെ ഘട്ടം തന്നെയാണെന്നുള്ളതിന് തെളിവില്ല. അപ്പോൾ പ്രതിപക്ഷത്തിന് വേറെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ നീറ്റ് പരീക്ഷാ ചോർച്ച, രാജ്യമെങ്ങാടും വളർന്നു വരുന്ന തൊഴിലില്ലായ്മ, വിലക്കയറ്റം, മറ്റ് മൊത്തത്തിലുണ്ടായ ഈ നമ്മുടെ ഇന്ധനങ്ങളുടെ മേഖലയിലെ പ്രതിസന്ധി, ഇങ്ങനെ പ്രതിപക്ഷത്തിന് ഉന്നയിക്കാൻ ധാരാളം കാരണങ്ങളുണ്ട്. ഇന്ന് മാത്രമല്ല, 2024 BJPക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെടാൻ ഇടയാക്കിയത് കർഷക പ്രക്ഷോഭത്തെ തുടർന്നുള്ള സാഹചര്യമാണെന്ന് നമുക്കറിയാം. രാജ്യത്തെ കർഷകരും തൊഴിലാളികളും എല്ലാം വലിയ പ്രക്ഷോഭത്തിലാണ്. തൊഴിൽ കോഡുകൾ വന്നതിൻ്റെ ഫലമായി തൊഴിൽ മേഖലയിൽ ഈ തൊഴിൽ കോഡുകൾ വന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ കമ്പനികളിൽ നിന്ന് ആളുകളെ പിരിച്ചുവിടുകയാണ്. അപ്പോൾ ഇതെല്ലാം പ്രതിപക്ഷത്തിന് ഉന്നയിക്കാൻ ഒരുപാട് കാരണമുണ്ട്. അവർക്ക് ഈ രാമക്ഷേത്രത്തിലെ കൊള്ള മാത്രം പറഞ്ഞ് നരേന്ദ്രമോദിയെ മോശക്കാരനാക്കാൻ ഒരു കാര്യവുമില്ല. രാജ്യത്തെ എല്ലാ സാഹചര്യവും BJP സർക്കാരിൻ്റെ എല്ലാ നയങ്ങളുടെയും തകർച്ചയാണ് എല്ലാ മേഖലയിലും പ്രതിഫലിക്കുന്നത്. അപ്പോൾ അതിനെല്ലാം ഉപരി വൈകാരികമായ BJPക്ക് നൽകിയ ഒരു മേൽക്കൈയാണ് രാമക്ഷേത്രവും അവരുടെ ഈ നേരത്തെ ശ്രീ കുഞ്ഞിക്കണ്ണൻ സൂചിപ്പിച്ചതുപോലെ അടുത്ത കാശി, മധുര കാശി ഭാഗ്യഹേ എന്നുള്ള അവരുടെ ആ മുദ്രാവാക്യമെല്ലാം. അപ്പോൾ ഈ ഒരു BJPയുടെ മുന്നേറ്റത്തെ എന്തായാലും ഉത്തരേന്ത്യയിലെ സാധാരണക്കാർ ചോദ്യം ചെയ്യുന്നുള്ള കാര്യം
ശരി, അവർ ഉത്തരേന്ത്യയിലെ സാധാരണക്കാർ നിഷ്കളങ്കരാണ്. നമുക്കറിയാം ഉത്തരേന്ത്യയിലെ സാധാരണക്കാർ നിഷ്കളങ്കരാണ്. അവരുടെ ഈ നിഷ്കളങ്കതയും അവരുടെ വിശ്വാസവും ചൂഷണം ചെയ്താണ് പണ്ട് കോൺഗ്രസ് ചൂഷണം ചെയ്തിരുന്നു. അത് വളരെ വാസ്തവമാണ്. ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധി എല്ലാം ഇത് ചൂഷണം ചെയ്താണ് കോൺഗ്രസിനെ അവരുടെ ജനവിരുദ്ധ നയങ്ങൾ മറച്ചു വെച്ച് അവർ അധികാരത്തിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അത് പിന്നീട് ടീം എയും ടീം ബിയും തമ്മിലുള്ള തർക്കത്തിൽ ഒറിജിനലിനേക്കാളും ഡ്യൂപ്ലിക്കേറ്റിനേക്കാളും നല്ല ഒറിജിനൽ എന്നുള്ളൊരു സാഹചര്യത്തിൽ BJP ഇത് തട്ടിയെടുത്ത് BJP അവരുടെ അജണ്ട മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോൾ എന്തായാലും ഈ BJPയുടെ രാഷ്ട്രീയത്തിന് ഇപ്പോൾ ഈ വിഷയം തന്നെ സമാജ്വാദി പാർട്ടിയാണ് ആദ്യമേ ഈ വാർത്തകൾ വന്നപ്പോൾ സമാജ്വാദി പാർട്ടിയാണ് ആദ്യം ഉന്നയിച്ചത്. അപ്പോൾ ഇവർ നിഷേധാത്മക നിലപാടാണ് ഉണ്ടായത്. പക്ഷേ BJPയിലെ ഒരു നേതാക്കളും ട്രസ്റ്റ് ഒക്കെ രംഗത്ത് വരികയും ഇത് മറച്ചു വയ്ക്കാൻ പറ്റാത്ത രീതിയിൽ ഹിന്ദി മാധ്യമങ്ങളിലടക്കം നിരന്തരം വാർത്ത വരികയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇവർ ഇത് അന്വേഷണത്തിന് നിർബന്ധിതരായത്. അതുകൊണ്ട് ഇത് BJPയുടെ RSSൻ്റെയും പടിയിറക്കത്തിൻ്റെ പ്രധാനപ്പെട്ട ഘട്ടം തന്നെയാണെന്നുള്ള ആ നിരീക്ഷണത്തിൽ ഒരു തെറ്റുമില്ല. ചർച്ച അന്ത്യത്തിലേക്ക് എത്തുകയാണ്. സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചോദ്യങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല. ഓരോ മിനിറ്റ് വീതം ഓരോരുത്തർക്കും കിട്ടും. ഈ ചർച്ച ഉപസംഹരിക്കുന്നതിനുള്ള സ്വന്തം അഭിപ്രായം 1 മിനിറ്റ് കൊണ്ട് രേഖപ്പെടുത്തുക. മിഥുൻ. ഞാനിവിടെ ഒരുപാട് വാദങ്ങൾ കേട്ടു. അതിൽ പ്രധാനമായി എനിക്കൊരു ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടത് സുപ്രീം കോർട്ടിന്റെ വേർഡിക്റ്റ് അതെന്തോ മിത്തുകളുടെ അടിസ്ഥാനത്തിലാണ്. അവിടെ ഈ പറഞ്ഞ പോലെ എക്സ്കവേഷനുമായി ബന്ധപ്പെട്ട ഒരു റെഫറൻസും ഇല്ല എന്നാണ് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ ഇവിടെ പറഞ്ഞത്. അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ 1000 പേജുള്ള ജഡ്ജ്മെന്റിൽ ലേഡ് എക്സ്കവേഷൻസ്, അലഹാബാദ് ഹൈക്കോർട്ട് ഓർഡർ ചെയ്ത ലേഡ് എക്സ്കവേഷൻസിനെ കുറിച്ച് ഒരു മാസീവ് സെക്ഷൻ തന്നെയുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ സൈറ്റിന്റെ ഫിസിക്കൽ ഹിസ്റ്ററി എന്താണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സുപ്രീം കോർട്ട് എടുത്ത റെഫറൻസ് അതാണ്. അദ്ദേഹം വായിക്കുക തന്നെ വേണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നോൺ ഇസ്ലാമിക് സ്ട്രക്ചർ ഉണ്ടായിരുന്നു എന്ന കാര്യം അതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്താ പറയുക, നരേന്ദ്രമോദിയാണോ നാഷണലിസത്തിന്റെ ഒരു വലിയ സിമ്പിൾ ആയിട്ട് ഞാൻ കാണുന്നത് ചോദിച്ചു. ഒരിക്കലും അല്ല. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് എന്താ പറയുക ഐഡിയോളജിക്കൽ പൊസിഷനിങ് വേണ്ടി ഞാൻ ഏതെങ്കിലുമൊക്കെ സിമ്പിൾസിനൊന്നും കണ്ടെത്തിയിട്ടില്ല ഇതുവരെ. 34 വർഷം ഈ രാജ്യത്തിന് വേണ്ടി സെർവ് ചെയ്ത എന്റെ അച്ഛൻ തന്നെയാണ് എന്റെ ഏറ്റവും വലിയ നാഷണലിസത്തിന്റെ സിമ്പിൾ. പിന്നെ ഞാൻ ഈ ഒരു ട്രസ്റ്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഒരു ക്വിക്ക് സമയമില്ല, പെട്ടെന്ന് അതിൽ ഇനീഷ്യലി ഈ ചമ്പത്തറായി എന്തോ മോദി പിടിച്ചുകൊണ്ടുവന്ന് ഇരുത്തിയ പോലെയാണ് പറഞ്ഞത്. അതിൽ ഇനീഷ്യൽ ആയിട്ടുള്ള 12 പേരെ നോമിനേറ്റ് ചെയ്തത് സുപ്രീം കോടതിയുടെ ഒരു ഓർഡർ പ്രകാരം, അതായത് ഗവൺമെന്റ് ആണ് ഈ ഒരു ട്രസ്റ്റ് ഫോം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞതുകൊണ്ട് അതിൽ കെ പാരത്ത് പോലെയുള്ള സുപ്രീം കോർട്ടിലെ അഡ്വക്കേറ്റ്സ് ആയിട്ടുള്ള ആളുകൾ കൊണ്ടുവന്നു. പ്രോമിനന്റ് ആയിട്ടുള്ള റിലീജിയസ് ലീഡേഴ്സ് അതിൽ വന്നു. നിർമോഹി അഖാഡയിലെ ആളുകളുണ്ട്. പിന്നെ ദളിത് റെപ്രസെന്റേറ്റീവ് ഉണ്ട്. പിന്നെ ചില പ്രോമിനന്റ് സിറ്റിസൺസ് ഉണ്ട് അയോധ്യയിൽ റെസിഡന്റ്. അവരാണ് ഈ പറഞ്ഞ പോലെ ചമ്പത്തറായിയും അതിന്റെ പ്രസിഡന്റിനെ ഒക്കെ തെരഞ്ഞെടുത്തത്. അപ്പം ഇത് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്താലേ ഗവൺമെന്റ് ചമ്പത്തറായി മുകളിൽ കൊണ്ടുവന്നിരുത്തിയ പോലെയല്ല. ഈ ചമ്പത്തറായി അതിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം BHPയുടെ നേതാവ് കൂടിയായിരുന്നു. അദ്ദേഹം ആണ് ഇപ്പോൾ മുൻ ആഭ്യന്തര സെക്രട്ടറി ഒക്കെ ആരോപിച്ചിരിക്കുന്ന അദ്ദേഹത്തെ തന്നെയാണ്. സാജൻ വരൂ, ആ പ്രോസസ്സാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അതെ ഇതിൻ്റെ അകത്ത് ഈ ട്രസ്റ്റിനെ മാത്രമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമുക്കിപ്പോൾ അറിയാമല്ലോ രാജ്യത്തെ ഒരു അവസ്ഥ. ഒരു ബാങ്കിൽ ഒരു ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ അധികം ഇട്ടാൽ തന്നെ ഇപ്പോൾ എല്ലാവർക്കും ഇൻകം ടാക്സ് നോട്ടീസ് വരുന്ന കാലമാണ്. അപ്പം ഈ ഉത്തർപ്രദേശും ഇന്ത്യയെ ഭരിക്കുന്നത് BJP ആണ്. അപ്പോൾ ഇവരുടെ ഈ ട്രസ്റ്റൊക്കെ വിടുക നമുക്ക്. അല്ലാതെ ഒരു ഭരണ സംവിധാനം ഉണ്ടല്ലോ, RSSന് അവരുടെ സംവിധാനം ഉണ്ടല്ലോ. അപ്പോൾ ഈ ജോലിക്കാർ പെട്ടെന്ന് എങ്ങനെ ധനികരായി? ഇവരുടെ ഈ ട്രാൻസാക്ഷൻ, ഇപ്പോൾ വസ്തു മേടിച്ച് കഴിഞ്ഞാൽ ഇത് കൊടുത്തില്ലെങ്കിൽ ഉടനെ നമുക്ക് നോട്ടീസ് വരും നാട്ടിൽ. അപ്പോൾ എന്തുകൊണ്ട് ഇതൊന്നും നടന്നില്ല? ഇതൊന്നും നിരീക്ഷിക്കാൻ ആരുമില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇത് എല്ലാവരും അറിഞ്ഞിട്ടുള്ള ഒരു കൊള്ള തന്നെയാണെന്നുള്ളതിന് വേറെ തെളിവൊന്നുമില്ല. അത്രേ ഉള്ളൂ. യെസ്, KT താങ്കൾക്ക് അവസാനിപ്പിക്കാം. 1 മിനിറ്റ്. ചമ്പത്റായി നേതൃത്വം കൊടുത്ത ഈ ട്രസ്റ്റ് ഇത്രയും നാൾ അവിടെ ഭക്തർ നൽകിയ സംഭാവനകൾ, അത് സ്വർണവും വെള്ളിയും എല്ലാം കൊള്ളയടിക്കുമായിരുന്നു. ആ കൊള്ള മുതൽ ഉപയോഗിച്ച് അവർ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തിയിട്ടുണ്ട്. അവിഹിതമായ ഒരുപാട് സമ്പാദ്യങ്ങളുണ്ടായി. ഇത് വസ്തുതയാണ്. ആ കൊള്ള മുതലിൽ നിന്ന് BJPക്ക് എന്ത് കൊടുത്തു എന്നുള്ള കാര്യം നാളെ പുറത്തു വരേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ RSSന് എന്ത് കൊടുത്തു എന്നുള്ള കാര്യം നാളെ പുറത്തു വരേണ്ട കാര്യമാണ്. ഈ അഴിമതിയെക്കുറിച്ച് പ്രധാനമന്ത്രി പാലിക്കുന്ന മൗനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കൂടി പങ്കുള്ള ഒരു തട്ടിപ്പാണ്, ഒരു അഴിമതിയാണ് ഇവിടെ നടന്നത്. അപ്പോൾ പ്രധാനമന്ത്രി അദ്ദേഹം നേരിട്ട് മുൻകൈ എടുത്തുകൊണ്ടാണ് അയോധ്യയിലെ കാര്യങ്ങൾ ചെയ്തത്. അദ്ദേഹം പുരോഹിതനല്ലല്ലോ, പൂജാരിയല്ലല്ലോ. അദ്ദേഹത്തിന് സംസ്കൃത യാഗവിധി പ്രകാരമുള്ള പ്രാണപ്രതിഷ്ഠ നടത്താനുള്ള ഒരു തരത്തിലുള്ള അംഗീകാരം അദ്ദേഹത്തിനില്ലല്ലോ, അദ്ദേഹത്തിന് അതിനുള്ള അറിവില്ലല്ലോ. എന്നിട്ടും പ്രാണപ്രതിഷ്ഠ നടത്തിയ അദ്ദേഹം ഈ ട്രസ്റ്റ് അവിടെ ഉണ്ടാക്കുന്നതിന് നേരിട്ട് നേതൃത്വം കൊടുത്താലാണ്. പ്രധാനമന്ത്രിക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറ്റില്ല. പിന്നീട് അയോധ്യ വിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വിപുലമായ രീതിയിൽ ഇന്ത്യൻ നിയമ സമൂഹം പഠിച്ചിട്ടുണ്ട്.
അതിൻ്റെ ഭാഗമായിട്ട് വിശ്വാസത്തെ മുൻനിർത്തി അവിടെ കൊടുക്കട്ടെ, അവിടെ അവർ ക്ഷേത്രമുണ്ടാക്കട്ടെ. അപ്പോൾ കാലാകാലമായി ഈ വിഷയം ഇങ്ങനെ നിലനിൽക്കുകയാണല്ലോ. അപ്പോൾ ഈ ബേണിംഗ് ഇഷ്യൂവിനെ ഒന്ന് നമുക്ക് സമാധാനിപ്പിച്ച് കൊണ്ടുപോകാം എന്നൊരു യുക്തിയിലാണ്. അത് ഒട്ടും ജുഡീഷ്യലായിരുന്നില്ല മിഥുനെ, ജുഡീഷ്യലായ ഒരു വിധിയല്ല അത്. ഈ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ചരിത്രം പഠിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം, അയോധ്യ പ്രശ്നം എത്രയോ കാലമായി ഉയർന്നു വന്നതാണ്. അത് എന്തിനു വേണ്ടിയായിരുന്നു നമുക്കറിയാം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഉയർന്നു വന്ന വിഷയമാണത്. ആ വിഷയം എന്താണ്? അങ്ങേയറ്റം നിയമവിരുദ്ധമായ, അനീതികരമായ മറ്റൊരു സമൂഹത്തിൻ്റെ ആരാധനാലയം പിടിച്ചെടുക്കാനുള്ള ഒരു ഫാസിസ്റ്റ് ഭീകരാക്രമണമാണ്. ആ ഫാസിസ്റ്റ് ഭീകരത്തിൻ്റെ അനന്തരഫലമാണ് അതിന് നേതൃത്വം കൊടുത്ത സംഘത്തിൻ്റെ ഇന്നത്തെ ആളുകൾ അവിടെ വരുന്ന ഭക്തരുടെ പണം മോഷ്ടിക്കുന്നു, കൊള്ള ചെയ്യുന്നു, വലിയ രീതിയിലുള്ള റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നു, ആഡംബര ജീവിതം നയിക്കുന്നു. ഇതൊക്കെ രാമനോടുള്ള അപരാധമാണ്, കുറ്റകരമായ പ്രവർത്തനമാണ് എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ തിരിച്ചറിയുന്ന ഒരു സന്ദർഭത്തിൽ നിന്നുകൊണ്ടാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. വളരെ നന്ദി KT കുഞ്ഞിക്കണ്ണൻ, ഒപ്പം തന്നെ മിഥുൻ വിജയകുമാർ, സാജൻ എവ്ജിൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ചർച്ച ഇവിടെ അവസാനിക്കുന്നു.